ഹായ് നമസ്കാരം. ഏവർക്കും പി എസ് സി ക്ലൈമറിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, അതായത് പുതിയ SCRT പാഠപുസ്തകങ്ങളിൽ നിന്ന് ഈ അടുത്ത് നടന്ന പരീക്ഷകളിൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ ഇത് 91/24 എന്ന് പറയുന്നത് ഈ കഴിഞ്ഞ ദിവസം നടന്ന ഒരു PSC എക്സാമാണ്, ഫാം വർക്കറിൻ്റെ ഒരു PSC എക്സാമാണ്. അതിൽ ഈ പുതിയ പാഠപുസ്തകത്തിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഒന്ന് കാണിക്കാം. അതേപോലെ തന്നെ ഈ ഒരു ചാപ്റ്ററും നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ അപ്പോൾ ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യഘട്ട പരീക്ഷ എഴുതാൻ പോകുന്നവർ, തിരുവനന്തപുരം ജില്ലയിലുള്ളവർ തീർച്ചയായിട്ടും ഈ ഒരു ചാപ്റ്റർ ഒന്ന് വായിച്ചിട്ട് പോവാട്ടോ. ഇതിൽ നിന്ന് PSC ഈ നടന്ന ഇപ്പം ഈ LGSൽ മാത്രമല്ല, ഈ ഒരു ഫാം വർക്കർ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ മാത്രമല്ല, ഇതിന് മുമ്പ് നടന്ന കഴിഞ്ഞ മാസം നടന്ന ഒരു പരീക്ഷയിലും ഇതിൽ നിന്നൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ആ ഒരു ചാപ്റ്റർ ബേസ് ചെയ്ത് ഈ പറഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ 2 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. 7ാമത്തെ ക്വസ്റ്റ്യനും അതേപോലെ തന്നെ 8ാമത്തെ ക്വസ്റ്റ്യനും. 7ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷത കണ്ടെത്തുക. ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് 1, 2, 4, അതായത് ഓപ്ഷൻ സി ആണ്. ദൃഢവും അയവുള്ളതുമായ ഭരണഘടനയാണ് ഇന്ത്യൻ ഭരണഘടന. പിന്നെയോ ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭകളാണ്. അതേപോലെ മാർഗനിർദ്ദേശ തത്വങ്ങൾ നമ്മുടെ ഭരണഘടനയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. സംസ്ഥാനങ്ങൾക്ക് പ്രത്യേക ഭരണഘടന എന്നുള്ളത് എന്താണ്? തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. അപ്പൊ നോക്കിക്കേ, അത് ചോദിച്ചത് ഭരണഘടനയുടെ സവിശേഷതകൾ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. ഇത് ചാപ്റ്റർ വരുന്നത് ചാപ്റ്റർ 4 ആണ് കേട്ടോ. ഇന്ത്യൻ ഭരണഘടനയിലെ അധികാര വിന്യാസം, 9ാം ക്ലാസ്സിലെയാണ് ചാപ്റ്റർ 4, ഇന്ത്യൻ ഭരണഘടനയിലെ അധികാര വിന്യാസം. അവിടെ ഈ പറഞ്ഞ ഭരണഘടനയുടെ സവിശേഷതകൾ എന്ന ഒരു സബ് ടോപ്പിക്കിൽ ഇത് കണ്ടോ കൊടുത്തിട്ടുണ്ട്. ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടന, പാർലമെന്ററി ജനാധിപത്യം, ദൃഢവും അയവുള്ളതുമായ ഘടന, മൗലിക അവകാശങ്ങളും മൗലിക കർത്തവ്യങ്ങളും, മാർഗനിർദ്ദേശ തത്വങ്ങള്, ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭകൾ, ശക്തമായ കേന്ദ്ര ഗവൺമെന്റോട് കൂടിയ ഫെഡറലിസം, സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥ, സ്വതന്ത്ര ഭരണഘടനാ സ്ഥാപനങ്ങൾ. അപ്പൊ ഇതെല്ലാം എന്താണ്? ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതകളാണ്. അപ്പൊ അത് ആ ഒരു ഭാഗത്തു നിന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്ന ക്വസ്റ്റ്യൻ. ഇനി 8ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ഇന്ത്യയിലെ ഏത് ഭരണഘടനാ സ്ഥാപനത്തിന്റെ ചുമതലകളെ സൂചിപ്പിക്കുന്നു? അത് നോക്കിക്കേ. ഇംപീച്ച്മെന്റ് നടപടിക്രമങ്ങളിൽ ജുഡീഷ്യൽ അധികാരികളായി പ്രവർത്തിക്കുക, രാഷ്ട്രപതി ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പുകളിൽ പങ്കാളിയാവുക, ഭരണഘടനാ ഭേദഗതി പരിഗണിക്കലും അംഗീകരിക്കലും. ഇതിന്റെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, പാർലമെന്റ് ആണ്. അപ്പോൾ ഇത് ചോദിച്ചിട്ടുണ്ടായിരുന്നതും ഈ ചാപ്റ്ററിൽ നിന്നാണ് കേട്ടോ. ഇവിടെ ഒരു ഫ്ലോ ചാർട്ട് പോലെ കൊടുത്തിട്ടുണ്ട്. അതായത് കണ്ടോ, പാർലമെന്റിന്റെ പ്രധാന ചുമതലകൾ എന്തൊക്കെയാണ്? നിയമനിർമ്മാണമുണ്ട്, എക്സിക്യൂട്ടീവിനെ നിയന്ത്രിക്കുക, ഇംപീച്ച്മെന്റ് നടപടിക്രമങ്ങളിൽ ജുഡീഷ്യൽ അധികാരിയായി പ്രവർത്തിക്കുക, ഭരണഘടനാ ഭേദഗതി പരിഗണിക്കലും അംഗീകരിക്കലും, രാഷ്ട്രപതി ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പുകളിൽ പങ്കാളിയാവുക, പിന്നെ പൊതുഖജനാവിന്റെ സംരക്ഷകനായി പ്രവർത്തിക്കുക. ഇതെല്ലാം എന്താണ്? പാർലമെന്റിന്റെ ചുമതലകളാണ്. അപ്പൊ ആ ഒരു 8ാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ആ ഒരു ഫ്ലോ ചാർട്ടിൽ നിന്നാണ് കേട്ടോ. അപ്പോൾ അത്രയ്ക്കും ഇമ്പോർട്ടന്റ് ആണ് ഈ ചാപ്റ്റർ. അപ്പൊ നമുക്ക് ഈ ചാപ്റ്റർ മൊത്തത്തിലൊന്ന് പഠിച്ചാലോ? ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ കൂടി പറയാനുണ്ട് കേട്ടോ. ഞാൻ എല്ലാ ക്ലാസ്സുകളിലും പറയാൻ വിട്ടുപോകുന്ന ഒരു കാര്യമാണ്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ക്ലാസ്സുകൾ യൂസ്ഫുൾ ആണ് അല്ലെങ്കിൽ ഹെൽപ്ഫുൾ ആണ് എന്ന് തോന്നുവാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. അതേപോലെ തന്നെ നമുക്ക് ഒരു ടെലിഗ്രാം ചാനലുണ്ട്, PSC ക്ലൈംബർ എന്ന് തന്നെയാണ് അതിൻ്റെയും പേര്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പ്രൊവൈഡ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾ ടെലിഗ്രാമിൽ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്താൽ മതി PSC ക്ലൈംബർ. അപ്പോൾ അവിടെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ അതിലൊന്ന് ആഡ് ആവുകയാണെങ്കിൽ ക്ലാസ്സുകളുടെ ലിങ്ക് കറക്റ്റായിട്ട് കിട്ടും. അതേപോലെ തന്നെ നമ്മൾ അതിൻ്റെ അകത്ത് ചെറിയ ചെറിയ കോഡുകൾ, പിന്നെ ഇടയ്ക്കൊക്കെ പോളുകൾ ഇടാറുണ്ട്. അതേപോലെ ചെറിയ ചെറിയ ഷോർട്ട് നോട്ടുകൾ, പിന്നെ ചില നമ്മൾ അലോട്രോപ്പി എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് ഡിസ്കസ് ചെയ്തല്ലോ. അലോട്രോപ്പിയായിട്ട് ബന്ധപ്പെട്ട ഒരു റിവിഷൻ ക്ലാസ് പോലെ 2 പാർട്ടായിട്ട് നമ്മൾ ഇട്ടല്ലോ. അപ്പോൾ അതിൻ്റെ കംപ്ലീറ്റ് PDF നോട്ട് നമ്മൾ ആ ഒരു PSC ക്ലൈംബർ എന്ന് പറയുന്ന ടെലിഗ്രാം ചാനലിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ താല്പര്യമുള്ളവർ അതിലൂടെ ഒന്ന് ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇനി ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് കിട്ടുന്നില്ല എങ്കിൽ നിങ്ങളൊന്ന് ടെലിഗ്രാമിൽ സെർച്ച് ചെയ്യുക കേട്ടോ. അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. സോ നമുക്ക് ആ ഒരു 4ാമത്തെ ചാപ്റ്റർ പഠിച്ചു തുടങ്ങാം കേട്ടോ. ഇന്ത്യൻ ഭരണഘടനയിലെ അധികാര വിന്യാസം എന്നുള്ളതാണ് ചാപ്റ്ററിൻ്റെ പേര്. നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ? അപ്പോൾ ഇവിടെ ആദ്യം തന്നെ ഒരു പ്രസംഗത്തിന്റെ കുറച്ച് ഭാഗങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതൊന്ന് വായിക്കാം. പിന്നെ ഇത് ആര് നടത്തിയതാണ് എന്നുള്ള കാര്യം കൂടി ഒന്ന് പഠിച്ചു വെച്ചേക്കാം. പരീക്ഷകളിലൊക്കെ അത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കാനുള്ള സാധ്യത ഉള്ളത് കൊണ്ടാണ്. ഓക്കെ, അപ്പോൾ നോക്കിക്കൊള്ളുക.
വർഷങ്ങൾക്ക് മുമ്പ് നാം വിധിയുമായി ഒരു കൂടിക്കാഴ്ച നടത്തി. ആ പ്രതിജ്ഞ പൂർണ്ണമല്ലെങ്കിലും സുപ്രധാനമായി തന്നെ നമ്മൾ നിറവേറ്റിയ സമയമായിരിക്കുന്നു. ഇന്ന് പാതിരാമണി മുഴങ്ങുമ്പോൾ ഇന്ത്യ ഉണർന്നെഴുന്നേൽക്കും, പുതുജീവിതത്തിലേക്കും സ്വാതന്ത്ര്യത്തിലേക്കും. ഒരു യുഗം അവസാനിക്കുന്നു. ദീർഘനാളായി അടിച്ചമർത്തപ്പെട്ടിരുന്ന ഒരു രാഷ്ട്രത്തിന്റെ ആത്മാവ് ശബ്ദിക്കുന്നു. ഈ അപൂർവ നിമിഷത്തിൽ ഇന്ത്യയുടെയും ഇവിടുത്തെ ജനങ്ങളുടെയും മനുഷ്യരാശിയുടെയും ആകെ തന്നെയും സേവനത്തിനായി സ്വയം അർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രതിജ്ഞ ചെയ്യാം. അപ്പൊ ഇത് സ്വാതന്ത്ര്യ പുലരിയിൽ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്ത് നടത്തിയ പ്രസംഗത്തിലെ ഒരു ഭാഗമാണ്. സോ ഇത് ആര് നടത്തിയതാണ്? ജവഹർലാൽ നെഹ്റുവിന്റെ പ്രസംഗത്തിന്റെ ഭാഗമാണ് ഈ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ആ പോയിന്റ് അവിടെ ഒന്ന് ഓർത്തു വെച്ചേക്കുക കേട്ടോ. ഇനി ഇവിടെ ഈ ഒരു കാര്യം ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. അതായത് സ്വതന്ത്ര ഇന്ത്യ ജനങ്ങൾക്ക് നൽകിയ പ്രധാനപ്പെട്ട 2 വാഗ്ദാനങ്ങളായിരുന്നു ജനാധിപത്യ ഭരണക്രമവും ക്ഷേമരാഷ്ട്ര നിർമ്മാണവും. അപ്പൊ ഇങ്ങനെ ചോദിക്കാം, സ്വതന്ത്ര ഇന്ത്യ ജനങ്ങൾക്ക് നൽകിയ 2 പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങൾ എന്തൊക്കെയാണ്? ജനാധിപത്യ ഭരണക്രമവും ക്ഷേമ രാഷ്ട്ര നിർമ്മാണവുമാണ്. ഇനി അതേപോലെ ഇവിടെ വേറൊരു പോയിന്റ് പലതവണ പരീക്ഷകളിൽ ചോദിച്ചൊരു പോയിന്റ് പറയുന്നുണ്ട്. നമ്മുടെ പഴയ SCERT പുസ്തകത്തിൽ ഉള്ളതാണ് ഇത് കേട്ടോ. അതായത് ഭരണഘടനാ നിർമ്മാണ സഭയുടെ രൂപീകരണവും നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയവും. അതായത് ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ച വ്യക്തി ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. ഇനി ലക്ഷ്യപ്രമേയത്തിനെ പറ്റിയുള്ള കാര്യങ്ങൾ പറയുകയാണ്. ഇതൊന്നും നമ്മുടെ പഴയ പുസ്തകത്തിലുള്ള കാര്യങ്ങളല്ല കേട്ടോ. അപ്പൊ ഒന്ന് നോക്കി വെച്ചേക്കുക. ഭരണഘടനാ നിർമ്മാണ സഭ ഇന്ത്യ ഒരു സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക്കായി തീർക്കുവാനും അതിനായി ഒരു ഭരണഘടന തയ്യാറാക്കുവാനുമുള്ള ഗൗരവമേറിയ ദൃഢനിശ്ചയം പ്രഖ്യാപിക്കുന്നു. അടുത്തത്, സ്വതന്ത്ര പരമാധികാര ഇന്ത്യ എന്നത് പഴയ ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രദേശങ്ങൾ, ഇന്ത്യൻ സംസ്ഥാനങ്ങൾ, ഇന്ത്യൻ യൂണിയന്റെ ഭാഗമാകാൻ തയ്യാറുള്ള ബ്രിട്ടീഷ് ഇന്ത്യക്ക് പുറത്തുള്ള മറ്റു ഭാഗങ്ങൾ എന്നിവയുടെ ഒരു യൂണിയൻ ആയിരിക്കും. പിന്നെ അടുത്തത് നോക്കിക്കേ, ഇതിലുള്ളത് ഇന്ത്യൻ യൂണിയൻ രൂപീകരിക്കുന്ന പ്രദേശങ്ങൾ സ്വയംഭരണ യൂണിറ്റുകളായിരിക്കും. കൂടാതെ കേന്ദ്ര ഗവൺമെന്റിൽ നിക്ഷിപ്തമാകാതെയുള്ള എല്ലാ അധികാരങ്ങളും ചുമതലകളും അവയ്ക്ക് നൽകപ്പെടും. അടുത്തത്, സ്വതന്ത്ര പരമാധികാര ഇന്ത്യയുടെ എല്ലാ അധികാരങ്ങളും ജനങ്ങളിൽ നിന്നുമായിരിക്കും ഉത്ഭവിക്കുക. പിന്നെയോ, ഇന്ത്യയിലെ എല്ലാ ജനങ്ങൾക്കും സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതിയും പദവി സമത്വവും അവസര സമത്വവും നിയമത്തിന് മുമ്പിലുള്ള സമത്വവും കൂടാതെ നിയമത്തിനും പൊതുധാർമ്മികതയ്ക്കും വിധേയമായി സംസാരം, ആവിഷ്കാരം, വിശ്വാസം, ആരാധന, തൊഴിൽ, സംഘടനയും പ്രവർത്തനവും എന്നീ മൗലിക സ്വാതന്ത്ര്യങ്ങളും ഉറപ്പാക്കുകയും സംരക്ഷിക്കുകയും ചെയ്യും. അപ്പൊ ഇതൊക്കെയാണ് ലക്ഷ്യപ്രമേയത്തിൽ പറയുന്നത് എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഇനി അടുത്ത പോയിന്റിലേക്ക് വരാവേ. ഇവിടെ നോക്കുക, 1946 ഡിസംബർ 13 ഭരണഘടനാ നിർമ്മാണ സഭയിൽ ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയത്തിലെ ചില ആശയങ്ങളാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഓർത്തു വെക്കേണ്ട പോയിന്റ്, ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ആരാണ്? നമ്മൾ ഓൾറെഡി പറഞ്ഞു, നെഹ്റു ആണ്. ഇനി എന്നാണ് അത്? 1946 ഡിസംബർ 13 എന്നോർത്തേക്കുക. ഇനി ബാക്കി ഈ ഒരു ആമുഖം തുടങ്ങുന്നതിനെ പറ്റി നമ്മുടെ പഴയ പാഠപുസ്തകത്തിലൊക്കെ ഉള്ളതാണ് അല്ലെ. ഭാരതത്തിലെ ജനങ്ങളായ നാം, അങ്ങനെയാണ് ആമുഖം തുടങ്ങുന്നത്. അതേപോലെ ആമുഖത്തിൽ പരാമർശിച്ചിട്ടുള്ള ഒരു തീയതി 1949 നവംബർ 26. ആമുഖത്തിൽ പരാമർശിച്ചിട്ടുള്ള ഡേറ്റ് എന്നാണ്? 1949 നവംബർ 26. ഓക്കെ. ഇനി ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത് ഇതാണ്, ഭരണഘടനയുടെ സവിശേഷതകൾ. എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു പോർഷൻ ആണ്. നോക്കാം. ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശാനുസരണം 1946 ഡിസംബർ 6 രൂപീകരിക്കപ്പെട്ട ഭരണഘടനാ നിർമ്മാണ സമിതി 1946 ഡിസംബർ 9 മുതൽ 2 വർഷവും 11 മാസവും 17 ദിവസവും നീണ്ടുനിന്ന ഒരു മഹത്തായ പ്രക്രിയയിലൂടെ നിർമ്മിച്ചതാണ് ഇന്ത്യൻ ഭരണഘടന.
1949 നവംബർ 26 അംഗീകരിച്ച് നിയമമാക്കി നമുക്കായി തന്നെ സമർപ്പിച്ച ഇന്ത്യൻ ഭരണഘടനയിൽ 22 ഭാഗങ്ങളിലായി 395 വകുപ്പുകളും 8 പട്ടികകളുമാണ് ഉണ്ടായിരുന്നത്. 1950 ജനുവരി 26 നിലവിൽ വന്ന ഇന്ത്യൻ ഭരണഘടന കാലാനുസൃതമായ മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഒരു സജീവ പ്രമാണമായി തുടരുന്നു. അപ്പൊ ഇവിടെ കുറേ കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുണ്ട്. ഒന്ന്, ഏതിന്റെ നിർദ്ദേശാനുസരണമാണ് ഈ ഒരു ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിച്ചതെന്ന് ചോദിച്ചാൽ എന്തിൻ്റെയാണ്? ക്യാബിനറ്റ് മിഷന്റെയാണ്. ഒരുപാട് പരീക്ഷകളിൽ ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ച് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിൽ കണ്ടിട്ടുണ്ട് അല്ലേ? അപ്പൊ അതാണ് ഒന്നാമത്തെ പോയിന്റ് പഠിക്കേണ്ടത്. രണ്ടാമത്തെ പോയിന്റ് ആ ഒരു ഡേറ്റ് ആണ്, 1946 ഡിസംബർ 6. എന്താണ്? ഭരണഘടനാ നിർമ്മാണ സമിതി ഫോം ചെയ്തത്, രൂപീകരിക്കപ്പെട്ട ഡേറ്റ് ആണ്. പിന്നെ അടുത്ത ഡേറ്റ് പഠിക്കേണ്ടത് 1946 ഡിസംബർ 9 ആണ്. അതെന്താണ്? ഭരണഘടനാ നിർമ്മാണ സമിതി ആദ്യമായിട്ട് സമ്മേളിച്ചത് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? കഴിഞ്ഞ ആ ഒരു പഴയ പാഠത്തിലൊക്കെ ഉള്ളതാണ്. പിന്നെ ഈ അടുത്തത് പഠിക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നമ്മുടെ ഭരണഘടന പൂർത്തിയാക്കാൻ എത്ര വർഷം എടുത്തു എന്നുള്ളത്. 2 വർഷം 11 മാസം പിന്നെയോ 17 ദിവസം. അപ്പൊ ഭരണഘടന പൂർത്തിയാക്കാൻ 2 വർഷം 11 മാസം 17 ദിവസം. പിന്നെ 1949 നവംബർ 26 എന്താണ്? ഈ ഒരു ഇന്ത്യൻ ഭരണഘടനയെ അംഗീകരിച്ചത് 1949 നവംബർ 26. അതേപോലെ ആ സമയത്ത്, അതായത് ഈ ഒരു ഭരണഘടന നിലവിൽ വന്ന സമയത്ത് 22 ഭാഗങ്ങൾ അഥവാ പാർട്സ് ഉണ്ടായിരുന്നു. പിന്നെയോ 395 വകുപ്പുകൾ അഥവാ ആർട്ടിക്കിൾസ് ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ 8 പട്ടികകൾ അഥവാ സ്കെഡ്യൂൾസ് ഉണ്ടായിരുന്നു. അപ്പൊ അതും കൂടി ഒന്ന് ഓർത്തു വെച്ചേക്കാം. പിന്നെ ഇവിടെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ, ഒരു തവണ പരീക്ഷ നമ്മൾ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതായത് ഇന്ത്യയുടെ ഭരണഘടന എഴുതി തയ്യാറാക്കിയത് ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? ഭരണഘടനാ നിർമ്മാണ സമിതിയാണ്. അപ്പോൾ ഓർത്തു വെച്ചേക്കാം. അപ്പൊ ഇത്രയും പോയിന്റ്സ് ആണ് കേട്ടോ ഇവിടെ പഠിക്കാനുള്ളത്. ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരമാണ് ഈ ഒരു ഭരണഘടനാ നിർമ്മാണ സമിതി ഫോം ചെയ്തത്. 1946 ഫോർമേഷൻ. 1946 ഡിസംബർ 9 ഫസ്റ്റ് സമ്മേളനം. നമ്മുടെ ഭരണഘടന എഴുതി തയ്യാറാക്കാൻ 2 വർഷവും 11 മാസവും 17 ദിവസവുമാണ് വേണ്ടി വന്നത്. 1949 നവംബർ 26 ഭരണഘടന അംഗീകരിച്ചത്. ആ സമയത്ത് 22 ഭാഗങ്ങളുണ്ട്, 395 ആർട്ടിക്കിളുണ്ട്, 8 പട്ടികകളുണ്ട്. ഓക്കെ. ഇനി ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനം മുറുകെ പിടിച്ചതും ലക്ഷ്യപ്രമേയത്തിൽ സൂചിപ്പിച്ചതുമായ നിരവധി ആശയങ്ങൾ ഭരണഘടനയുടെ ഭാഗമായിട്ടുണ്ട്. അപ്പം അതിനെപ്പറ്റിയാണ് ഇനി താഴെ പറയുന്നത്. എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്, ശ്രദ്ധിച്ചിരിക്കുക. ഒന്നാമത്തെ പ്രത്യേകത എന്താണ്? ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടന. ഇതും പലതവണ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതായത് ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം ഏതാണ് എന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഏതാണ്? ഇന്ത്യയാണ്. ഇനി 1.5 ലക്ഷത്തോളം വാക്കുകൾ അടങ്ങിയ സമഗ്രവും വിപുലവുമായ രേഖ. രാജ്യത്തിന്റെ വൈവിധ്യവും വൈപുല്യവും പരിഗണിച്ചുള്ള വിശദമായ ഉള്ളടക്കം. അപ്പൊ അവിടെ ഒന്ന് ഓർത്ത് വെച്ചേക്കുക, 1.5 ലക്ഷത്തോളം വാക്കുകൾ അടങ്ങിയിട്ടുണ്ട് നമ്മുടെ ഭരണഘടനയിൽ. അപ്പൊ ഒന്നാമത്തെ സവിശേഷത എന്താണ്? ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടന. രണ്ടാമത്തേതാണ് പാർലമെന്ററി ജനാധിപത്യം. അതായത് കാര്യനിർവഹണ വിഭാഗത്തിലെ അംഗങ്ങൾ നിയമനിർമ്മാണ സഭയിൽ നിന്നുള്ളവരായിരിക്കും. നിയമനിർമ്മാണ വിഭാഗം കാര്യനിർവഹണ വിഭാഗത്തെ നിയന്ത്രിക്കുകയും ചെയ്യുന്നു. അപ്പം ഇത്തരത്തിൽ ഒരു പാർലമെന്ററി ജനാധിപത്യമാണ് നമ്മുടെ ഭരണഘടനയിൽ ഉള്ളത്. അതേപോലെ ദൃഢമാണ്, അതേസമയം എന്താണ്? അയവുള്ളതുമായിട്ടുള്ള ഘടന. ഇത് എക്സാമിന് ചോദിച്ചിട്ടുള്ളത് ദൃഢമുള്ള മാത്രമാണ് എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ അയവുള്ളത് മാത്രമാണ് എന്നുള്ള രീതിയിൽ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. പക്ഷെ അങ്ങനെയല്ല, രണ്ടിൻ്റെയും കൂടെ ഒരു മിക്സ് ആണ് കേട്ടോ. ദൃഢമുള്ളതും എന്നാൽ അയവുള്ളതുമായിട്ടുള്ള ഘടനയാണ് നമ്മുടെ ഭരണഘടനയ്ക്കുള്ളത്. അതായത് ചില വ്യവസ്ഥകൾ ഭേദഗതി ചെയ്യാൻ പ്രത്യേക നടപടിക്രമങ്ങൾ പാലിക്കേണ്ടതുണ്ട്. എന്നാൽ മറ്റു ചിലത് സാധാരണ നിയമനിർമ്മാണ രീതിയിൽ ഭേദഗതി ചെയ്യാവുന്നതാണ്. അതായത് ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താണ്? ദൃഢമായിട്ടുള്ള ചില നടപടിക്രമങ്ങളുണ്ട്. എന്നാൽ മറ്റു ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സാധാരണ നിയമനിർമ്മാണ രീതിയാണുള്ളത്. പിന്നെയാണ് മൗലിക അവകാശങ്ങളും മൗലിക കർത്തവ്യങ്ങളും. അതായത് ഓരോ വ്യക്തിക്കും രാഷ്ട്രം ഉറപ്പുവരുത്തേണ്ട അടിസ്ഥാന അവകാശങ്ങളെയാണ് മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്നത്. ഇനി മൗലിക കർത്തവ്യങ്ങൾ എന്ന് പറഞ്ഞാലോ, പൗരർ രാഷ്ട്രത്തോടും സമൂഹത്തോടും പാലിക്കേണ്ട ഉത്തരവാദിത്തങ്ങളാണ്.
അടുത്തതാണ് മാർഗനിർദ്ദേശ തത്വങ്ങൾ. മാർഗനിർദ്ദേശ തത്വങ്ങൾ എന്താണ്? ഭാവി രാഷ്ട്രത്തിന്റെ സാമൂഹ്യ സാമ്പത്തിക അഭിവൃദ്ധിക്കായി രാഷ്ട്രത്തിന് നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങളാണ് മാർഗനിർദ്ദേശ തത്വങ്ങൾ. അടുത്തത് ദ്വിമണ്ഡല നിയമ നിർമ്മാണ സഭകൾ. മൊത്തം ജനത്തെയും പ്രതിനിധീകരിക്കുന്ന അധോസഭ, അതായത് ലോകസഭ. പിന്നെ നിയമനിർമ്മാണത്തിൽ രണ്ടാമതൊരു ചിന്തയ്ക്കായി സംസ്ഥാനങ്ങളെ പ്രതിനിധീകരിക്കുന്ന ഉപരിസഭ, അതായത് രാജ്യസഭ എന്നിങ്ങനെ രണ്ട് സഭകൾ എവിടെയുണ്ട്? നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയ്ക്കുണ്ട്. അല്ലെങ്കിൽ ഇന്ത്യൻ പാർലമെന്ററി സിസ്റ്റത്തിനുണ്ട്. ഓക്കെ, അപ്പൊ അതിൽ ഓർത്ത് വെച്ചേക്കുക, അധോസഭ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലെ. അധോസഭ എന്ന് പറഞ്ഞാൽ ലോകസഭയാണ്. അതേപോലെ പിന്നെയോ രാജ്യസഭ ഇതിനെയാണ് ഉപരിസഭ എന്നാണ് അറിയപ്പെടുന്നത്. അടുത്തതാണ് ശക്തമായ കേന്ദ്ര ഗവൺമെന്റോട് കൂടിയ ഫെഡറലിസം. ഇതും എന്താണ്? ഇന്ത്യൻ ഭരണഘടനയുടെ ഒരു പ്രത്യേകതയാണ്. അതായത് അധികാരം കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കുമായി വേർതിരിച്ചിട്ടുണ്ട്. എങ്കിലും കേന്ദ്രത്തിന് മേൽക്കൈ നൽകുന്ന ചില സവിശേഷാധികാരങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം അതൊന്ന് ഓർത്ത് വെച്ചേക്കുക. ശക്തമായ കേന്ദ്ര ഗവൺമെന്റോട് കൂടിയ ഫെഡറലിസമാണ്. അതായത് സംസ്ഥാനങ്ങൾക്കും അതേപോലെ കേന്ദ്രത്തിനും അധികാരം വേർതിരിച്ചു വെച്ചിട്ടുണ്ടെങ്കിലും കേന്ദ്രത്തിന് കുറച്ചും കൂടി ഒരു പ്രയോറിറ്റി കൊടുക്കുന്നുണ്ട്. അടുത്തത് സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥ. നിയമനിർമ്മാണ കാര്യനിർവഹണ വിഭാഗങ്ങളുടെ നിയന്ത്രണങ്ങളില്ലാത്ത കോടതി സംവിധാനം. പിന്നെ സ്വതന്ത്ര ഭരണഘടനാ സ്ഥാപനങ്ങൾ. ജനാധിപത്യ വ്യവസ്ഥ വിപുലവും അർത്ഥപൂർണവുമാക്കുന്നതിന് സ്വതന്ത്ര സ്വഭാവമുള്ള ഭരണഘടനാ സ്ഥാപനങ്ങളും നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ ആ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് ജസ്റ്റ് ആ പേരുകൾ ഒന്നുകൂടെ ഒന്ന് ഓടിച്ചു നോക്കാം. ഒന്നാമതായിട്ട് നമ്മൾ പറഞ്ഞത് ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയാണ്. പാർലമെന്ററി ജനാധിപത്യമാണ്. പിന്നെയോ ദൃഢവും അയവുള്ളതുമായിട്ടുള്ള ഘടനയാണ്. മൗലിക അവകാശങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്, മൗലിക കർത്തവ്യങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്, മാർഗനിർദ്ദേശ തത്വങ്ങളുണ്ട്, ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭകളാണുള്ളത്, ശക്തമായ കേന്ദ്ര ഗവൺമെന്റോട് കൂടിയ ഫെഡറലിസം, സ്വതന്ത്രവും നിഷ്പക്ഷവുമായിട്ടുള്ള നീതിന്യായ വ്യവസ്ഥ, അതേപോലെ സ്വതന്ത്ര ഭരണഘടനാ സ്ഥാപനങ്ങൾ. ഇതെല്ലാം ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതകളാണ്. ഓക്കെ, അടുത്തത് ഇന്ത്യൻ ഫെഡറലിസം. ഇവിടെ നോക്കിക്കേ, ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ അധികാരം 2 തലങ്ങളിലേക്ക് വിഭജിക്കപ്പെടുന്ന ഭരണ സംവിധാനമാണ് ഫെഡറലിസം. സോ ഫെഡറലിസം എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? അതായത് അധികാരം 2 തലങ്ങളിലേക്ക് വിഭജിക്കപ്പെടുന്ന ആ ഒരു ഭരണ സംവിധാനത്തിനെയാണ് ഫെഡറലിസം എന്ന് വിളിക്കുന്നത്. അതായത് ചില അധികാരങ്ങൾ കേന്ദ്ര ഗവൺമെന്റിനുണ്ട്, ചിലതെന്താണ് സംസ്ഥാന ഗവൺമെന്റിനുണ്ട്, ചിലത് രണ്ടിനുമുണ്ട്. അപ്പൊ നോക്കിക്കോ, കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റുകളും അധികാരം പങ്കിടുന്ന ഭരണ ക്രമീകരണമാണിത്. ഫെഡറലിസത്തിന്റെ അടിസ്ഥാന സവിശേഷതകളായി കണക്കാക്കുന്നത്. അപ്പോൾ ഈ ഫെഡറലിസത്തിന്റെ അടിസ്ഥാന സവിശേഷതകളായി കണക്കാക്കുന്നത് എഴുതപ്പെട്ട ദൃഢമായ ഭരണഘടന, അധികാര വിഭജനം, സ്വതന്ത്രമായ നീതിന്യായ വ്യവസ്ഥ എന്നിവയാണ്. എന്തൊക്കെയാണ്? എഴുതപ്പെട്ട ദൃഢമായ ഭരണഘടന, അധികാര വിഭജനം, സ്വതന്ത്രമായ നീതിന്യായ വ്യവസ്ഥ എന്നിവയാണ്. ഇനി അടുത്തത് ഭാഗം 1 പറയുന്നത് യൂണിയനും അതിൻ്റെ ഭൂപ്രദേശത്തിനെയും പറ്റിയാണ്. യൂണിയനും അതിൻ്റെ ഭൂപ്രദേശത്തെ പറ്റിയാണ് ഭാഗം 1 പറയുന്നത്. അതേപോലെ തന്നെ ഭാഗം 1 പറയുന്ന ചില ആർട്ടിക്കിൾസും കൂടി ഇവിടെ പറയുന്നുണ്ട് കേട്ടോ. അതായത് ഇത് കണ്ടോ, 1 പറയുന്നത് യൂണിയൻ്റെ പേരും ഭൂപ്രദേശവുമാണ്. അതിൽ തന്നെ 1(2) ഉണ്ട്, 1(3) ഉണ്ട്. അപ്പോൾ 1(2) ആണെങ്കിൽ സംസ്ഥാനങ്ങളും അവയുടെ ഭൂപ്രദേശങ്ങളും 1-ാം പട്ടികയിൽ പറഞ്ഞിട്ടുള്ള വിധം ആയിരിക്കുന്നതാണ്. അതേപോലെ 1(3) പറയുന്നത് ഭാരതത്തിന്റെ ഭൂപ്രദേശത്തെ പറ്റിയാണ്. ഓക്കെ, അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചേക്കുക കേട്ടോ. ഇനി അടുത്തത് ഇവിടെ ഒരു പോയിന്റ് നോട്ട് ചെയ്യണേ. ഇന്ത്യ, അതായത് ഭാരതം, സംസ്ഥാനങ്ങളുടെ ഒരു യൂണിയൻ ആയിരിക്കും. അപ്പോൾ ഭാരതം എന്ന് പറയുന്നത് സംസ്ഥാനങ്ങളുടെ ഒരു യൂണിയൻ ആയിരിക്കും. പിന്നെ എന്നാൽ ഭരണഘടനയിൽ ഒരിടത്തും ഇന്ത്യ ഒരു ഫെഡറൽ രാഷ്ട്രമാണെന്ന് പരാമർശിക്കുന്നില്ല. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് കേട്ടോ. അതായത് ഭരണഘടനയിൽ എവിടെയും ഇന്ത്യ ഒരു ഫെഡറൽ രാഷ്ട്രമാണെന്ന് പരാമർശിക്കുന്നില്ല. അപ്പോൾ അതൊന്ന് ഓർത്തു വെച്ചേക്കാം കേട്ടോ. ഇനി ഇവിടെ നമുക്ക് ഇന്ത്യൻ
ഫെഡറലിസത്തിന്റെ കുറച്ച് സവിശേഷതകൾ നോക്കാനുണ്ട്. നമ്മൾ പറഞ്ഞല്ലോ മുമ്പൊരു ക്വസ്റ്റ്യൻ വന്നു എന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അതേ രീതിയിൽ ഇതിൽ നിന്നും ക്വസ്റ്റ്യൻ ചോദിക്കാവുന്നതാണ്. ഇന്ത്യൻ ഫെഡറലിസത്തിന്റെ സവിശേഷതകൾ ഏതൊക്കെയാണ് എന്നുള്ള രീതിയിൽ. ഓക്കെ, അപ്പോൾ ആദ്യം പറയുന്നത് കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കുമായി ഒരു പൊതു ഭരണഘടന. അപ്പോൾ ഇന്ത്യൻ ഫെഡറലിസത്തിന്റെ ഒന്നാമത്തെ സവിശേഷത എന്ന് പറയുന്നത് കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും എന്താണ്, ഒരു പൊതു ഭരണഘടനയാണുള്ളത്. പിന്നെയോ ഭരണഘടനയുടെ പരമാധികാരം, ഏക പൗരത്വം, ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരങ്ങളിൽ കേന്ദ്രത്തിന് മേൽക്കൈ, ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭ. അപ്പൊ കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കുമായി ഒരു പൊതു ഭരണഘടന, ഭരണഘടനയുടെ പരമാധികാരം, ഏക പൗരത്വം, ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരങ്ങളിൽ കേന്ദ്രത്തിന് മേൽക്കൈ, ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭ. പിന്നെയോ കേന്ദ്ര സംസ്ഥാന അധികാര വിഭജനത്തിൽ കൂടുതൽ വിഷയങ്ങളും പ്രധാന അധികാരങ്ങളും കേന്ദ്രത്തിന്. അതേപോലെ സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥ. പിന്നെയോ അർദ്ധ ഫെഡറൽ സംവിധാനം. അപ്പൊ ഇതൊക്കെയാണ് ഇന്ത്യൻ ഫെഡറലിസത്തിന്റെ സവിശേഷതകൾ എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഇനി അടുത്ത് നമുക്ക് നോക്കാം, ഇന്ത്യൻ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന ജനാധിപത്യ പ്രതിബദ്ധതയുടെ മറ്റൊരു സവിശേഷതയാണ് ഇന്ത്യയുടെ ഫെഡറൽ ഘടന. രാഷ്ട്രത്തിന്റെ അധികാരങ്ങൾ ഒരു തലത്തിൽ മാത്രം കേന്ദ്രീകരിക്കാതെ അവ കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരുകൾക്കും ഇടയിൽ വിഭജിച്ചു നൽകുന്ന സമീപനമാണ് ഇന്ത്യൻ ഭരണഘടന സ്വീകരിച്ചിട്ടുള്ളത്. അധികാര വിഭജനം പരാമർശിക്കുന്ന ഭരണഘടനയുടെ 7ാം പട്ടിക നമുക്ക് പരിശോധിക്കാം. അപ്പൊ അവിടെ ഓർത്തു വെക്കേണ്ടത് അധികാര വിഭജനത്തിനെ പറ്റി പരാമർശിക്കുന്നത് എവിടെയാണ്, ഏത് പട്ടികയിലാണ്? ഭരണഘടനയുടെ 7ാം പട്ടികയിലാണ്, ഡിവിഷൻ ഓഫ് പവേഴ്സ്. അപ്പൊ ഇത് എപ്പോഴും പരീക്ഷകളിൽ ചോദിക്കുന്നതാണ് കേട്ടോ. യൂണിയൻ ലിസ്റ്റ്, സംസ്ഥാന ലിസ്റ്റ്, സമവർത്തി ലിസ്റ്റ് അല്ലെങ്കിൽ കൺകറന്റ് ലിസ്റ്റ് എന്നുള്ളത്. ഇതിൽ വരുന്ന ഓരോ വിഷയങ്ങൾ ഏതൊക്കെയാണെന്നുള്ള രീതിയിൽ എപ്പോഴും പരീക്ഷയിൽ ചോദിക്കാറുണ്ട്. സോ ഈ SCERT തന്നത് തീർച്ചയായിട്ടും നിങ്ങൾ കാണാതെ പഠിച്ചു തന്നെ വെക്കുക കേട്ടോ. സോ ആദ്യമായിട്ട് നമുക്ക് നോക്കാനുള്ളത് യൂണിയൻ ലിസ്റ്റിനെ പറ്റിയാണ്. അപ്പൊ നോക്കാം, യൂണിയൻ ലിസ്റ്റ് കേന്ദ്ര ഗവൺമെന്റിന് സമ്പൂർണ്ണ നിയമനിർമ്മാണ അധികാരമുള്ള വിഷയങ്ങളുടെ ഒരു പട്ടികയാണിത്. ഭരണഘടന നിലവിൽ വന്നപ്പോൾ ഇതിൽ 97 വിഷയങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ യൂണിയൻ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതില് കേന്ദ്ര ഗവൺമെന്റിനാണ് നിയമനിർമ്മാണ അധികാരമുള്ളത്. അതാണ് യൂണിയൻ ലിസ്റ്റ് എന്ന് പറയുന്നത്. ഇനി ഭരണഘടന നിലവിൽ വന്നപ്പോൾ ഇതിൽ എത്ര വിഷയങ്ങൾ ഉണ്ടായിരുന്നു? 97 വിഷയങ്ങൾ ഉണ്ടായിരുന്നു. ഇനി ഉദാഹരണം പറയുകയാണെങ്കിൽ വിദേശകാര്യം, പ്രതിരോധം, റെയിൽവേ, ബാങ്കിങ്, പൗരത്വം, ഇതൊക്കെ എന്താണ്? യൂണിയൻ ലിസ്റ്റിൽ വരുന്നതാണ്. അപ്പോൾ അത് നമുക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാലോ. ഇപ്പോൾ വിദേശകാര്യം, ഇങ്ങനെ വലിയ വലിയ കാര്യങ്ങളൊക്കെ വരുന്നത് യൂണിയൻ ലിസ്റ്റിലാണ്, അല്ലെങ്കിൽ അതിൻ്റെ അധികാര പരിധി കേന്ദ്ര ഗവൺമെന്റിനാണ് എന്നുള്ള കാര്യം ഓർക്കുക. ഇപ്പോൾ വിദേശകാര്യം വരുന്നുണ്ട്, പ്രതിരോധം വരുന്നുണ്ട്, റെയിൽവേ വരുന്നുണ്ട്, ബാങ്കിങ്, പൗരത്വം, ഇതെല്ലാം എന്താണ്? യൂണിയൻ ലിസ്റ്റിന്റെ കാറ്റഗറിയിൽ വരുന്നതാണ്. ഓക്കെ, ഇനി അടുത്തത് ഈ യൂണിയൻ ലിസ്റ്റിന്റെ കാറ്റഗറിയിൽ വരുന്ന കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്. അതായത് പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള, നമ്മുടെ SCERT ഈ ഒരു പാഠത്തിൽ കൊടുത്തിട്ടില്ലാത്ത കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്. അപ്പോൾ അത് ഞാനൊന്ന് പറയാം, നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. അപ്പൊ ഇത്രയും നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഉറപ്പായിട്ടും പഠിച്ചു വെച്ചേക്ക്. SCERT ഉള്ളതാണ്. വിദേശകാര്യമുണ്ട്, പ്രതിരോധമുണ്ട്, റെയിൽവേ ഉണ്ട്, ബാങ്കിങ് ഉണ്ട്, പൗരത്വമുണ്ട്. ഇനി അതുകൂടാതെ ഇൻഷുറൻസ് ഉണ്ടല്ലോ, ഈ ഇൻഷുറൻസ് വരുന്നത് യൂണിയൻ ലിസ്റ്റിലാണ്. അതേപോലെ തന്നെ ലോട്ടറി വരുന്നത് യൂണിയൻ ലിസ്റ്റിലാണ്. പിന്നെ സെൻസസ് ഉണ്ടല്ലോ, സെൻസസ് വരുന്നത് യൂണിയൻ ലിസ്റ്റിലാണ്. അതേപോലെ UPSC പറ്റിയൊക്കെ പറയുന്നത് നമുക്ക് അറിയാവുന്ന കാര്യം അല്ലേ. അതെല്ലാം വരുന്നത് നമ്മുടെ യൂണിയൻ ലിസ്റ്റിലാണ്. അതേപോലെ തന്നെ ഓഹരി വിപണി, വരുമാന നികുതിയിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, വരുമാന നികുതി കൊടുക്കുന്നത് ആർക്കാണ് എന്നുള്ളതൊക്കെ. പിന്നെ അതേപോലെ ദേശീയപാത, അത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ, ദേശീയപാത. അപ്പൊ ദേശീയപാത വരുന്നത് എവിടെയാണ്? യൂണിയൻ ലിസ്റ്റിലാണ്. അതേപോലെ യുദ്ധവും സമാധാനവും, അതൊക്കെ കേൾക്കുമ്പോൾ തന്നെ അറിയാം എന്താണ്, വലിയ വലിയ കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, യൂണിയൻ ലിസ്റ്റിന്റെ പരിധിയിലാണ് വരുന്നത്. പിന്നെയോ RBI, അതൊന്ന് ഓർത്തു വെച്ചോണേ. RBI, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യനെ പറ്റി, അല്ലെങ്കിൽ അതിൽ നിർമ്മാണങ്ങൾ നടത്താനുള്ള അധികാരമുള്ളത് കേന്ദ്ര ഗവൺമെന്റിനാണ്. ഇനി ഈ 2ാം വായനയിലാണ് മാറ്റങ്ങളോ അല്ലെങ്കിൽ ഭേദഗതിയോ ഒക്കെ പരിഗണിക്കുന്നത്. ഇനി അടുത്തതാണ് 3ാം വായന. ബില്ല് സഭ അംഗീകരിക്കുകയോ നിരസിക്കുകയോ ചെയ്യുന്നത് 3ാം വായനയിലാണ്. സോ 1ാം വായന, 2ാം വായന, 3ാം വായന ഓർത്തു വെച്ചോണേ.
ഇനി ബില്ല് ആദ്യം അവതരിപ്പിച്ച സഭയിൽ നടപടിക്രമങ്ങൾ പൂർത്തിയായാൽ ഇതേ പ്രക്രിയ രണ്ടാമത്തെ സഭയിലും ആവർത്തിക്കപ്പെടുന്നു. ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മൾ ആദ്യം ഇത് അവതരിപ്പിച്ചത് ലോക്സഭയിലാണെങ്കിൽ ലോക്സഭയിൽ ഒന്നാം വായന നടക്കുന്നു, രണ്ടാം വായന നടക്കുന്നു, മൂന്നാം വായന നടക്കുന്നു, ലാസ്റ്റ് എന്ത് ചെയ്യുന്നു, എന്താണ് നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയായി കഴിഞ്ഞാൽ ഇത് എങ്ങോട്ടേക്ക് പോകും, രാജ്യസഭയിലേക്ക് പോകും. അവിടെ ഇതേപോലെ തന്നെ ഒന്നാം വായനയുണ്ട്, രണ്ടാം വായനയുണ്ട്, മൂന്നാം വായനയുണ്ട്. അങ്ങനെ ഇരു സഭകളും അംഗീകരിക്കുന്ന പക്ഷം ബില്ല് എന്ത് ചെയ്യും, രാഷ്ട്രപതിയുടെ മുൻപിലേക്ക് പോകും. രാഷ്ട്രപതി ഒപ്പുവെച്ചാലാണ് ഇത് എന്തായി മാറുന്നത്, നിയമമായിട്ട് മാറുന്നത്. സോ അതാണ് ബില്ലും നിയമവും തമ്മിലുള്ള വ്യത്യാസം. ക്ലിയർ ആയല്ലോ അല്ലെ? അടുത്തത് ഭരണഘടനാ ഭേദഗതിയെ പറ്റിയാണ് കേട്ടോ. 61 ഭരണഘടനാ ഭേദഗതിക്ക് അംഗീകാരം. 18 വയസ്സ് പൂർത്തിയായാൽ ഇനി തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യും. കണ്ടോ, ഇവിടെ കുറച്ച് പത്രവാർത്തകൾ തന്നിട്ടുണ്ട്, നമുക്കത് പഠിക്കാനുള്ളതാണ്, അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചേക്കുക. ആദ്യം പറയുന്നത് എന്താണ്, 61 ഭരണഘടനാ ഭേദഗതിയെ പറ്റിയാണ്. അതായത് 18 വയസ്സ് പൂർത്തിയായാൽ തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാന്ന് പറഞ്ഞത്. അതായത് വോട്ടിംഗ് പ്രായം 18 വയസ്സ് ആക്കിയ ഭരണഘടനാ ഭേദഗതി ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്, അത് 66 ഭരണഘടനാ ഭേദഗതിയാണ്. ഇനി അടുത്തത് 86 ഭരണഘടനാ ഭേദഗതിയുണ്ട്. അതായത് നമ്മൾ പലതവണ ക്വസ്റ്റ്യൻസ് അല്ലേ, നമ്മുടെ ആ ഒരു PYQ നിങ്ങൾ എടുത്തു നോക്കിയാൽ അറിയാം, 2024, 23, 22 3 വർഷത്തെയും കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ എല്ലാത്തിലും ഒരു മസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഈ 86 ഭരണഘടനാ ഭേദഗതിയും വിദ്യാഭ്യാസം ഇങ്ങനെ മൗലിക അവകാശം ആക്കിയത്. അതായത് 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യമായിട്ടുള്ള വിദ്യാഭ്യാസം നൽകണമെന്ന് പറയുന്ന ആർട്ടിക്കിൾ ഏതാണ്, ആർട്ടിക്കിൾ 21A. അത് എപ്പോഴും ചോദിക്കാറുള്ളതാണ് കേട്ടോ. അപ്പോൾ 86 ഭരണഘടനാ ഭേദഗതി ആണ് എന്ന് ഓർത്തു വെച്ചേക്കുക, വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കിയത്. പിന്നെ 101 ഭരണഘടനാ ഭേദഗതി ഇപ്പോൾ നടക്കുന്ന പരീക്ഷകളിൽ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാറുള്ളതാണ്. 101 ഭേദഗതി പ്രകാരമാണ് GST അല്ലെ, ചരക്ക് സേവന നികുതി GST നിലവിൽ വരുന്നത്. അപ്പോൾ അത്രയും പഠിച്ചു വെച്ചേക്കുക കേട്ടോ. ഇനി ഭരണഘടനയിൽ തിരുത്തലുകളോ ഒഴിവാക്കലുകളോ കൂട്ടിച്ചേർക്കലുകളോ വരുത്തുന്നതിനെയാണ് ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത്. അപ്പൊ എന്താണ്, ഭരണഘടനയിൽ തിരുത്തലുകളോ ഒഴിവാക്കലുകളോ കൂട്ടിച്ചേർക്കലുകളോ നടത്തുന്നതിനെയാണ് ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത്. സാമൂഹ്യ രാഷ്ട്രീയ ആവശ്യങ്ങളെ പരിഗണിച്ച് കാലാനുസൃതമായി ഭരണഘടനയിൽ മാറ്റം വരുത്തുവാൻ ഭേദഗതി പ്രക്രിയ സഹായകമാകുന്നു. ഇന്ത്യയിൽ ഭരണഘടനാ ഭേദഗതി ചെയ്യുന്നതിനുള്ള അധികാരം പാർലമെന്റിൽ മാത്രമാണ് നിക്ഷിപ്തമായിരിക്കുന്നത്. സോ പാർലമെന്റിന് മാത്രമേ ഭരണഘടനാ ഭേദഗതി ചെയ്യാനുള്ള അധികാരമുള്ളൂ. വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തിരിക്കണേ. ഇനി ഭരണഘടനയുടെ അനുച്ഛേദം 368 ഭരണഘടനയുടെ അനുച്ഛേദം 368 പ്രകാരമാണ് പാർലമെന്റിന് ഭേദഗതിക്കുള്ള അധികാരം ലഭിക്കുന്നത്. സോ പാർലമെന്റിന് ഭരണഘടന ഭേദഗതി ചെയ്യാം എന്നുള്ള അധികാരം കൊടുക്കുന്നത്, അല്ലെങ്കിൽ അത് ഏത് ആർട്ടിക്കിളുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്, ആർട്ടിക്കിൾ 368 ആണ്. ഭേദഗതി ബില്ലിന് രാഷ്ട്രപതിയുടെ മുൻകൂർ അനുമതി ആവശ്യമില്ല. അപ്പൊ അതൊക്കെ സ്റ്റേറ്റ്മെന്റിൽ വരാൻ ഓർത്ത് വെച്ചോണേ. ഭേദഗതി ബില്ലിന് രാഷ്ട്രപതിയുടെ മുൻകൂർ അനുമതി ആവശ്യമില്ല. ഭരണഘടനാ ഭേദഗതി ബിൽ നിയമമാകണമെങ്കിൽ ഇരുസഭയുടെയും അംഗീകാരം അനിവാര്യമാണ്. ഇരു സഭകൾക്കുമിടയിൽ ഭരണഘടനാ ഭേദഗതി ബില്ലിന്മേലുള്ള തർക്കങ്ങൾ പരിഹരിക്കാനായി സംയുക്ത സമ്മേളനം പോലുള്ള നടപടിക്രമം ഇല്ല. ഏതെങ്കിലും ഒരു ഭരണഘടനാ ഭേദഗതി നിയമം ഭരണഘടനയുടെ വാക്കുകൾക്കോ അർത്ഥത്തിനോ വിരുദ്ധമാണെന്ന് കണ്ടാൽ ആ നിയമത്തെ അസാധുവാക്കാൻ ജുഡീഷ്യറിക്ക് അധികാരമുണ്ട്. അപ്പോൾ ആ സെന്റൻസുകൾ ഒന്ന് ശ്രദ്ധിച്ചു വെച്ചേക്കണേ. ഒന്നാമത്തെ കാര്യം എന്താണ്, സംയുക്ത സമ്മേളനം ഭരണഘടനാ ഭേദഗതി ബില്ലിൽ നടക്കില്ല. നമ്മൾ മുമ്പത്തെ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ഇപ്പം ഏതെങ്കിലും ഒരു സഭയ്ക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സഭയിൽ ഒരു വിഷയത്തിന്മേൽ അവർക്ക് എന്തെങ്കിലും വിയോജിപ്പുകൾ ഉണ്ടെങ്കിൽ എന്താണ്, ഒരു സംയുക്ത സമ്മേളനം പ്രസിഡന്റിന് വിളിച്ചു ചേർക്കാമെന്ന് പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഭരണഘടനാ ഭേദഗതി ബില്ലിൽ അങ്ങനത്തെ തർക്കങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഒരു സംയുക്ത സമ്മേളനം നടത്താറില്ല. എന്നാൽ ഒരു ഭരണഘടനാ ഭേദഗതി നിയമം ഭരണഘടനയുടെ വാക്കുകൾക്കോ അർത്ഥത്തിനോ വിരുദ്ധമാണെന്ന് കണ്ടാൽ ആ നിയമത്തെ അസാധുവാക്കുവാൻ ആർക്ക് അധികാരമുണ്ട്? ജുഡീഷ്യറിക്ക് അധികാരമുണ്ട്. ഓക്കെ അല്ലേ പറയുന്നത്? ഇനി ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന വിവിധ ഭേദഗതി രീതികൾ പരിചയപ്പെടാം. അപ്പോൾ ഇത് നോക്കൂ, ഇതൊക്കെ പഴയ പുസ്തകത്തിൽ ഇല്ലാത്ത കാര്യങ്ങളാണ്. അപ്പോൾ ഭേദഗതി രീതികൾ, ഒന്ന് അയവുള്ള ഭേദഗതിയുണ്ട്, ദൃഢമായിട്ടുള്ള ഭേദഗതിയുണ്ട്, അതിദൃഢമായിട്ടുള്ള ഭേദഗതിയുണ്ട്. അപ്പോൾ നോക്കുക, ഇന്ത്യൻ ഭരണഘടനയിലെ ചില വകുപ്പുകൾ പാർലമെന്റിന് കേവല ഭൂരിപക്ഷത്തിലൂടെ സാധാരണ നിയമനിർമ്മാണത്തിന് സമാനമായ നടപടിക്രമങ്ങൾ വഴി ഭേദഗതി ചെയ്യാവുന്നതാണ്. ഉദാഹരണം സംസ്ഥാനങ്ങളുടെ പേര്, അതിരുകൾ, പൗരത്വം തുടങ്ങിയ. അപ്പൊ അയവുള്ള ഭേദഗതി എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് ശ്രദ്ധിക്കണേ. ഇന്ത്യൻ ഭരണഘടനയിലെ ചില വകുപ്പുകൾ പാർലമെന്റിന് കേവല ഭൂരിപക്ഷത്തിലൂടെ, അതാണ് അവിടെ നോക്കിവെക്കേണ്ടത്, എന്താണ് കേവല ഭൂരിപക്ഷത്തിലൂടെ സാധാരണ നിയമനിർമ്മാണത്തിന് സമാനമായ നടപടിക്രമങ്ങൾ വഴി ഭേദഗതി ചെയ്യാവുന്നതാണ്. ഉദാഹരണം പറയുവാണെങ്കിൽ എന്താണ്, സംസ്ഥാനങ്ങളുടെ പേര് മാറ്റൽ, അതേപോലെ അതിരുകൾ, പൗരത്വം തുടങ്ങിയതൊക്കെ അയവുള്ള ഭേദഗതിയിലൂടെ
ഭേദഗതിയിലൂടെ നടത്താവുന്നതാണ്. അടുത്തതാണ് ദൃഢമായിട്ടുള്ള ഭേദഗതി. ചില പ്രധാനപ്പെട്ട വകുപ്പുകളിൽ ഭേദഗതി വരുത്തുവാൻ പാർലമെന്റിന്റെ ഇരുസഭകളുടെയും പ്രത്യേക ഭൂരിപക്ഷം ആവശ്യമാണ്. മറ്റേതേതായിരുന്നു? കേവല ഭൂരിപക്ഷമായിരുന്നു അയവുള്ള ഭേദഗതിക്ക് അല്ലെ. എന്നാൽ ദൃഢമായ ഭേദഗതിക്ക് എന്താണ്? പ്രത്യേക ഭൂരിപക്ഷം, രണ്ട് സഭകളുടെയും പ്രത്യേക ഭൂരിപക്ഷം ആവശ്യമാണ്. ഏതൊക്കെയാണ് അതിൽ വരുന്നത്? മൗലിക അവകാശങ്ങൾ, മാർഗനിർദ്ദേശ തത്വങ്ങളൊക്കെ എന്താണ്? ദൃഢമായ ഭേദഗതിയിലൂടെ മാത്രമാണ് മാറ്റം ചെയ്യാൻ പറ്റുന്നത്. അടുത്തതാണ് അതിദൃഢമായിട്ടുള്ള ഭേദഗതി. ചില അതിപ്രധാനമായ വകുപ്പുകൾ പാർലമെന്റിന്റെ ഇരുസഭകളുടെയും പ്രത്യേക ഭൂരിപക്ഷത്തോടൊപ്പം പകുതിയിൽ കുറയാത്ത നോട്ട് ചെയ്യണേ, പകുതിയിൽ കുറയാത്ത സംസ്ഥാനങ്ങളുടെ അംഗീകാരത്തോടു കൂടി മാത്രമേ ഭേദഗതി ചെയ്യാൻ കഴിയുകയുള്ളൂ. ഉദാഹരണം പറയുവാണെങ്കിൽ കേന്ദ്ര സംസ്ഥാന അധികാര വിഭജനം, ജനപ്രാതിനിധ്യ നിയമം. ഓക്കെ, അപ്പൊ അതിദൃഢമായ ഭേദഗതി എന്ന് പറഞ്ഞാൽ എന്താണ്? ചില അതിപ്രധാനമായിട്ടുള്ള വകുപ്പുകൾ പാർലമെന്റിന്റെ ഇരുസഭകളുടെയും പ്രത്യേക ഭൂരിപക്ഷത്തോടൊപ്പം എന്തൂടെ വേണം? പകുതിയിൽ കുറയാത്ത സംസ്ഥാനങ്ങളുടെ അംഗീകാരം. ഓക്കെ, ഇപ്പം 10 സംസ്ഥാനം ഉള്ളെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു എന്താണ് 5 സംസ്ഥാനമെങ്കിലും ഇത് അംഗീകരിച്ചിരിക്കണം. ഓക്കെ, അപ്പൊ ഇത്തരത്തിലുള്ളതാണ് അതിദൃഢമായ ഭേദഗതി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഉദാഹരണം പറയുവാണെങ്കിൽ കേന്ദ്ര സംസ്ഥാന അധികാര വിഭജനവും ജനപ്രാതിനിധ്യ നിയമവും ഒക്കെ എന്താണ്? അതിദൃഢമായ ഭേദഗതിയിലൂടെ മാത്രമാണ് മാറ്റം വരുത്താൻ സാധിക്കുന്നത്. ഇനി അടുത്തതാണ് കാര്യനിർവഹണ വിഭാഗമാണ് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് അല്ലെ. നിയമങ്ങളുടെയും നയങ്ങളുടെയും നടപ്പിലാക്കൽ, ഭരണനിർവഹണം എന്നീ ചുമതലകൾ നിർവഹിക്കുന്ന ഗവൺമെന്റിന്റെ വിഭാഗമാണ് കാര്യനിർവഹണ വിഭാഗം. അപ്പൊ ഇങ്ങനെ ചോദിക്കാം, എന്താണ്? നിയമങ്ങളുടെയും നയങ്ങളുടെയും നടപ്പിലാക്കൽ, ഭരണ നിർവഹണം എന്നീ ചുമതലകൾ നിർവഹിക്കുന്ന ഗവൺമെന്റിന്റെ ഘടകം ഏതാണ്? അല്ലെ, ഗവൺമെന്റിന്റെ വിഭാഗം ഏതാണ്? കാര്യനിർവഹണ വിഭാഗമാണ്. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി, തലവനായ മന്ത്രിസഭ എന്നിവ ഉൾപ്പെടുന്നതാണ് കാര്യനിർവഹണ വിഭാഗം. ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ കൂടിയാണ് കേട്ടോ. അതായത് രാഷ്ട്രപതിയുണ്ട്, ഉപരാഷ്ട്രപതിയുണ്ട്, പ്രധാനമന്ത്രി, തലവനായിട്ടുള്ള മന്ത്രിസഭ, ഇവ ഉൾപ്പെടുന്നതാണ് കാര്യനിർവഹണ വിഭാഗം. ഇന്ത്യൻ ഭരണഘടന പ്രകാരം കാര്യനിർവഹണ വിഭാഗത്തിന്റെ അധികാരങ്ങൾ രാഷ്ട്രപതിയിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത്. അത് നിർവഹിക്കപ്പെടുന്നത് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയിലൂടെയാണ്. അപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ ഭരണഘടന അനുസരിച്ച് കാര്യനിർവഹണ വിഭാഗത്തിന്റെ അധികാരം ആർക്കാണ്? രാഷ്ട്രപതിക്കാണ്. എന്നാൽ ഇത് നിർവഹിക്കപ്പെടുന്നത് എന്താണ്? പ്രധാനമന്ത്രി തലവനായിട്ടുള്ള അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയിലൂടെയാണ്. ഓക്കെ, അപ്പൊ നോക്കുക, കാര്യനിർവഹണ വിഭാഗം ഇതിൽ രാഷ്ട്രീയ എക്സിക്യൂട്ടീവ് ഉണ്ട്, അതേപോലെ സ്ഥിരം എക്സിക്യൂട്ടീവ് ഉണ്ട്. രാഷ്ട്രീയ എക്സിക്യൂട്ടീവിൽ വരുന്നതാണ് രാഷ്ട്രപതി, പ്രധാനമന്ത്രി, മന്ത്രിമാര്. അപ്പൊ രാഷ്ട്രീയ എക്സിക്യൂട്ടീവിൽ വരുന്നത് ആരൊക്കെയാണ്? രാഷ്ട്രപതി, പ്രസിഡന്റ് ഉണ്ട്, വൈസ് പ്രസിഡന്റ് ഉണ്ട്, അതേപോലെ തന്നെ എന്താണ്? മിനിസ്റ്റേഴ്സ് ഉണ്ട്. ഇവരൊക്കെ എന്താണ്? രാഷ്ട്രീയ എക്സിക്യൂട്ടീവിലാണ് വരുന്നത്. PVM പ്രധാനമന്ത്രി, അതായത് രാഷ്ട്രപതി, പ്രസിഡന്റ്, അതേപോലെ തന്നെ വൈസ് പ്രസിഡന്റ്, പിന്നെയോ മന്ത്രിമാർ അല്ലെങ്കിൽ മിനിസ്റ്റേഴ്സ്. അപ്പൊ PVM എന്ന് പറഞ്ഞാൽ എന്താണ്? രാഷ്ട്രീയ എക്സിക്യൂട്ടീവ് ആണ്. ഇനി സ്ഥിരം എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ ആരാ? നമുക്കറിയാം, അവിടെയുള്ള ഉദ്യോഗസ്ഥ വൃന്ദം അല്ലെ. അഖിലേന്ത്യാ സർവീസ്, കേന്ദ്ര സർവീസ്, സംസ്ഥാന സർവീസിലൊക്കെയുള്ള ഉദ്യോഗസ്ഥ വൃന്ദമാണ് കാര്യനിർവഹണ വിഭാഗത്തിലെ സ്ഥിരം എക്സിക്യൂട്ടീവ്. ഇനി ഈ രാഷ്ട്രീയ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് തന്നെ രണ്ട് രീതിയിൽ നമുക്ക് പറയാം. നാമമാത്രം എക്സിക്യൂട്ടീവ്, അതേപോലെ യഥാർത്ഥ എക്സിക്യൂട്ടീവ്. അതിൽ നാമമാത്ര എക്സിക്യൂട്ടീവ് ആണ് ആര്? രാഷ്ട്രപതി. പ്രധാനമന്ത്രിയും മന്ത്രിസഭയും എന്താണ്? യഥാർത്ഥ എക്സിക്യൂട്ടീവ് ആണ്. പ്രധാനമന്ത്രിയും മന്ത്രിസഭയുമാണ് എന്ത്? യഥാർത്ഥ എക്സിക്യൂട്ടീവ്. സോ കാര്യനിർവഹണ വിഭാഗത്തിന്റെ ആ ഒരു ക്ലാസിഫിക്കേഷൻ ഒന്ന് പഠിച്ചിരിക്കുക. ഇതൊന്നും പഴയ പുസ്തകത്തിൽ ഉള്ളതല്ല കേട്ടോ. ഇനി അടുത്തത് രാഷ്ട്രീയ കാര്യനിർവഹണ വിഭാഗം, പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവിനെ പറ്റി പറയുവാണേ. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, സർക്കാരിന് നേതൃത്വം നൽകുന്ന പ്രധാനമന്ത്രി, മന്ത്രിമാർ എന്നിവരടങ്ങുന്നതാണ് രാഷ്ട്രീയ കാര്യനിർവഹണ വിഭാഗം. ഭരണഘടനാപരമായി രാഷ്ട്രപതിയാണ് കാര്യനിർവഹണ വിഭാഗത്തിന്റെ തലവൻ. സോ കാര്യനിർവഹണ വിഭാഗത്തിന്റെ തലവൻ ആരാണ്? രാഷ്ട്രപതിയാണ്. എന്നാൽ പ്രധാനമന്ത്രിയും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയും നൽകുന്ന ഉപദേശങ്ങൾ അനുസരിച്ച് വേണം രാഷ്ട്രപതി പ്രവർത്തിക്കേണ്ടത്. അതേസമയം രാഷ്ട്രപതിക്ക് സ്വന്തം വിവേചനാധികാരം ഉപയോഗിച്ച് പ്രവർത്തിക്കാവുന്ന സാഹചര്യങ്ങളുമുണ്ട്. സോ രാഷ്ട്രീയ കാര്യനിർവഹണ വിഭാഗം അല്ലെങ്കിൽ പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവിൽ ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞേ? രാഷ്ട്രപതിയുണ്ട്, ഉപരാഷ്ട്രപതിയുണ്ട്, പ്രധാനമന്ത്രിയുണ്ട്, മന്ത്രിമാരുണ്ട്. എന്നാൽ ഭരണഘടനാപരമായി നോക്കുമ്പോൾ രാഷ്ട്രപതിയാണ് കാര്യനിർവഹണ വിഭാഗത്തിന്റെ എക്സിക്യൂട്ടീവിന്റെ തലവൻ. പക്ഷെയോ പ്രധാനമന്ത്രിയും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയും നൽകുന്ന ഉപദേശങ്ങൾ
അനുസരിച്ച് മാത്രമേ രാഷ്ട്രപതിക്ക് പ്രവർത്തിക്കാനാവുള്ളൂ. എന്നാൽ എന്താണ്, രാഷ്ട്രപതിക്ക് സ്വന്തം വിവേചനാധികാരം ഉപയോഗിച്ച് പ്രവർത്തിക്കാവുന്ന സാഹചര്യങ്ങളും ഉണ്ട്. അടുത്തത് രാഷ്ട്രപതി അല്ലെങ്കിൽ നമ്മുടെ പ്രസിഡന്റിനെ പറ്റി പറയുവാണേ. ഇന്ത്യയിലെ കാര്യനിർവഹണ വിഭാഗത്തിന്റെ തലവനാണ് രാഷ്ട്രപതി. നമ്മുടെ ആദ്യ രാഷ്ട്രപതി അല്ലെങ്കിൽ നമ്മുടെ പ്രഥമ രാഷ്ട്രപതി ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. നമ്മുടെ പ്രഥമ പ്രധാനമന്ത്രി ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. ഓക്കെ, അപ്പോൾ ഇന്ത്യയിലെ കാര്യനിർവഹണ വിഭാഗത്തിന്റെ തലവൻ ആരാണ്? രാഷ്ട്രപതിയാണ്. 35 വയസ്സ്, എത്രയാണ്? 35 വയസ്സ് പൂർത്തിയായ ഇന്ത്യൻ പൗരർക്ക് രാഷ്ട്രപതി സ്ഥാനത്തേക്ക് മത്സരിക്കാൻ യോഗ്യതയുണ്ട്. പാർലമെന്റിന്റെ ഇരു സഭകളിലെയും സംസ്ഥാന നിയമനിർമ്മാണ സഭകളിലെയും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ഉൾക്കൊള്ളുന്ന ഇലക്ട്രൽ കോളേജ് ആണ് രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് എങ്ങനെയാണ്? പാർലമെന്റിന്റെ ഇരു സഭകളിലെയും, അതായത് രാജ്യസഭയിലെയും ലോക്സഭയിലെയും അതേപോലെ തന്നെ സംസ്ഥാന നിയമനിർമ്മാണ സഭകളിലെയും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ, അത് നോട്ട് ചെയ്യണേ, തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾക്ക് മാത്രമേ ഇതിൽ ഇൻവോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. നാമനിർദ്ദേശം ചെയ്തവർക്ക് പറ്റില്ല. നമ്മൾ പറഞ്ഞല്ലേ, രാജ്യസഭയിലേക്ക് നമ്മുടെ പ്രസിഡന്റിന് 12 പേരെ നാമനിർദ്ദേശം ചെയ്യാം കേട്ടോ. പക്ഷെ പ്രസിഡന്റിന്റെ തിരഞ്ഞെടുപ്പിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ അല്ലേ പറഞ്ഞത്? അപ്പൊ നോക്കോളുക, പാർലമെന്റിന്റെ ഇരു സഭകളിലെയും സംസ്ഥാന നിയമനിർമ്മാണ സഭകളിലെയും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ഉൾക്കൊള്ളുന്ന ഇലക്ട്രൽ കോളേജാണ് രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത്. 5 വർഷമാണ് രാഷ്ട്രപതിയുടെ ഔദ്യോഗിക കാലാവധി. എത്ര വർഷമാണ്? 5 വർഷമാണ്. 35 വയസ്സുമാണ്. ആ 5ഉം ഇവിടുന്ന് കണക്ട് ചെയ്ത് ഓർത്തേക്കുക കേട്ടോ. പാർലമെന്റ് വിളിച്ചു ചേർക്കുക, ലോകസഭ പിരിച്ചുവിടുക, പ്രധാനമന്ത്രിയെയും മന്ത്രിസഭയെയും നിയമിക്കുക, സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും ജഡ്ജിമാരെ നിയമിക്കുക, സംസ്ഥാന ഗവർണർമാരെ നിയമിക്കുക, അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുക, പ്രതിരോധ സേനകളുടെ സർവ്വസൈന്യാധിപനായി പ്രവർത്തിക്കുക തുടങ്ങിയവയാണ് രാഷ്ട്രപതിയുടെ പ്രധാനപ്പെട്ട ചുമതലകൾ. രാഷ്ട്രപതി രാജി സമർപ്പിക്കുന്നത് ഉപരാഷ്ട്രപതിക്കാണ്. രാഷ്ട്രപതിയുടെ അഭാവത്തിൽ ഉപരാഷ്ട്രപതിയാണ് ഈ ചുമതലകൾ നിർവഹിക്കുക. അപ്പോൾ ഇത് രാഷ്ട്രപതിയെ പറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. കാരണം ഈ നടന്ന പരീക്ഷകളിലൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഇവിടെ നിന്നാണ്. അപ്പോൾ ഞാൻ ഇതൊന്നുകൂടെ പറയാൻ പോവാണ്. നിങ്ങൾ കൃത്യമായിട്ട് ഈ ക്ലാസ്സിൽ വെച്ച് തന്നെ പഠിച്ചു പോയേക്കുക കേട്ടോ. അതായത് നമുക്കിവിടെ പ്രധാനമായിട്ടും പറയേണ്ടത് എന്താണ്? കാര്യനിർവഹണ വിഭാഗത്തിന്റെ തലവൻ ആരാണ്? രാഷ്ട്രപതിയാണ്. രാഷ്ട്രപതി ആവണമെങ്കിൽ എത്ര വയസ്സ് പൂർത്തിയായിരിക്കണം? 35 വയസ്സ് പൂർത്തിയായിരിക്കണം. ആർക്കാണ് രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കാനുള്ള അധികാരമുള്ളത്? ആർക്കൊക്കെയാണ്? പാർലമെന്റിലെ ഇരു സഭകളിലെയും അതേപോലെ സംസ്ഥാന നിയമനിർമ്മാണ സഭകളിലെയും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾക്കാണ്. അങ്ങനെ രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കപ്പെടുന്ന ആ ഒരു ഇതിനെയാണ് ഇലക്ട്രൽ കോളേജ് എന്ന് വിളിക്കുന്നത്. പിന്നെ എന്തൊക്കെയാണ് രാഷ്ട്രപതിയുടെ ഫങ്ഷൻസ്? അതിനു മുമ്പ് എത്ര വർഷമാണ് ആ ഒരു കാലാവധി? 5 വർഷമാണ്. ഇനി എന്തൊക്കെയാണ് രാഷ്ട്രപതിയുടെ പ്രധാനപ്പെട്ട ചുമതലകൾ നോക്കുക. പാർലമെന്റ് വിളിച്ചു ചേർക്കുക. ഒന്നാമത്തെ എന്താണ്? പാർലമെന്റ് വിളിച്ചു ചേർക്കുക. പിന്നെയോ ലോകസഭ പിരിച്ചുവിടുക, പ്രധാനമന്ത്രിയെയും മന്ത്രിസഭയെയും നിയമിക്കുക. അപ്പൊ പാർലമെന്റ് വിളിച്ചു ചേർക്കുക, ലോക്സഭ പിരിച്ചുവിടാൻ പറ്റും, പ്രധാനമന്ത്രിയെയും മന്ത്രിസഭയെയും നിയമിക്കാൻ പറ്റും. പിന്നെയോ സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും ജഡ്ജിമാരെ നിയമിക്കാൻ സാധിക്കും. പിന്നെ സംസ്ഥാന ഗവർണർമാരെ നിയമിക്കാൻ പറ്റും. അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുക, പ്രതിരോധ സേനകളുടെ സർവ്വസൈന്യാധിപനായി പ്രവർത്തിക്കുക. അപ്പൊ ഇങ്ങനെ ചോദിക്കാം, പ്രതിരോധ സേനകളുടെ സർവ്വസൈന്യാധിപൻ ആരാണ്? രാഷ്ട്രപതിയാണ് കേട്ടോ. ഇനി ഇതൊക്കെയാണ് എന്ത്? രാഷ്ട്രപതിയുടെ ചുമതലകൾ. രാഷ്ട്രപതി രാജി സമർപ്പിക്കുന്നത് ആർക്കാണ്? ഉപരാഷ്ട്രപതിക്കാണ്. ഇനി രാഷ്ട്രപതിയുടെ അഭാവത്തിൽ ആരാണ് ഈ ചുമതലകൾ നിർവഹിക്കുന്നത്? ഉപരാഷ്ട്രപതിയാണ്. ഓക്കെ അല്ലേ പറഞ്ഞ കാര്യങ്ങൾ? അടുത്ത പ്രധാനമന്ത്രി അല്ലെങ്കിൽ പ്രൈം മിനിസ്റ്ററിനെ പറ്റി പറയാം. രാജ്യത്തെ ഭരണത്തലവനായ പ്രധാനമന്ത്രി ലോകസഭയിൽ ഭൂരിപക്ഷമുള്ള പാർട്ടിയുടെയും മുന്നണിയുടെയും രാജ്യത്തിന്റെയും നേതാവാണ്. ഇമ്പോർട്ടന്റ് ആണ് ആ പോയിന്റ്, ശ്രദ്ധിച്ചോണേ. രാജ്യത്തിന്റെ ഭരണത്തലവനായ പ്രധാനമന്ത്രി ലോക്സഭയിൽ ഭൂരിപക്ഷമുള്ള പാർട്ടിയുടെയും മുന്നണിയുടെയും രാജ്യത്തിന്റെയും നേതാവാണ്. ഇനി മന്ത്രിസഭ രൂപീകരിക്കുന്നതും മന്ത്രിസഭയിലെയും ക്യാബിനറ്റിലെയും അംഗങ്ങളെ നിശ്ചയിക്കുന്നതും പ്രധാനമന്ത്രിയാണ്. മന്ത്രിസഭ രൂപീകരിക്കുന്നതും അതേപോലെ തന്നെ മന്ത്രിസഭയിലെയും ക്യാബിനറ്റിലെയും അംഗങ്ങളെ നിശ്ചയിക്കുന്നതും ആരാണ്? പ്രധാനമന്ത്രിയാണ്. ഇനി മന്ത്രിമാരുടെ വകുപ്പുകളിൽ മാറ്റം വരുത്തുവാനും ക്യാബിനറ്റിലേക്കും മന്ത്രിസഭയിലേക്കും അംഗങ്ങളെ ഉൾപ്പെടുത്തുവാനും ഒഴിവാക്കാനുമുള്ള അധികാരം പ്രധാനമന്ത്രിക്കുണ്ട്. രാഷ്ട്രപതിയെയും മന്ത്രിസഭയെയും പാർലമെന്റിനെയും പരസ്പരം ബന്ധിപ്പിക്കുന്ന കണ്ണിയായി പ്രധാനമന്ത്രി പ്രവർത്തിക്കുന്നു. 5 വർഷ കാലാവധിക്ക് മുമ്പ്
മുമ്പായി ലോക്സഭയിലെ ഭൂരിപക്ഷം നഷ്ടമായാൽ പ്രധാനമന്ത്രി രാഷ്ട്രപതിക്ക് രാജി സമർപ്പിച്ച് പദവി ഒഴിയേണ്ടതാണ്. അപ്പൊ എല്ലാം വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഒന്നുകൂടെ നോക്കുക. അതായത് പ്രധാനമന്ത്രി എന്താണ്? ലോക്സഭയിൽ ഭൂരിപക്ഷമുള്ള പാർട്ടിയുടെയും മുന്നണിയുടെയും രാജ്യത്തിന്റെയും നേതാവാണ്. പിന്നെ മന്ത്രിസഭ രൂപീകരിക്കുന്നത് പ്രധാനമന്ത്രിയാണ്. മന്ത്രിസഭയിലെയും ക്യാബിനറ്റിലെയും അംഗങ്ങളെ നിശ്ചയിക്കുന്നത് പ്രധാനമന്ത്രിയാണ്. മന്ത്രിമാരുടെ വകുപ്പുകളിൽ മാറ്റം വരുത്താനും, ശ്രദ്ധിക്കണേ, മന്ത്രിമാരുടെ വകുപ്പുകളിൽ മാറ്റം വരുത്താനും ക്യാബിനറ്റിലേക്കും മന്ത്രിസഭയിലേക്കും അംഗങ്ങളെ ഉൾപ്പെടുത്താനും ഒഴിവാക്കാനുള്ള അധികാരം പ്രസിഡന്റിനല്ല. ആർക്കാണ്? പ്രധാനമന്ത്രി അല്ലെങ്കിൽ നമ്മുടെ പ്രൈം മിനിസ്റ്ററാണ്. ഇനി രാഷ്ട്രപതിയെയും മന്ത്രിസഭയെയും പാർലമെന്റിനെയും പരസ്പരം ബന്ധിപ്പിക്കുന്ന കണ്ണി ഏത് എന്ന് ചോദിച്ചാൽ ആരാണ്? പ്രധാനമന്ത്രിയാണ്. ഇനി 5 വർഷമാണ് കാലാവധി വരുന്നത്. ഈ 5 വർഷ കാലാവധിക്ക് മുമ്പായിട്ട് ലോക്സഭയിലുള്ള ഭൂരിപക്ഷം ഈ ഒരു പ്രൈം മിനിസ്റ്ററിന് നഷ്ടമായാൽ എന്ത് ചെയ്യണം? ഇവര് നേരെ പ്രധാനമന്ത്രിക്ക് രാജി സമർപ്പിച്ച് പദവി ഒഴിയേണ്ടതാണ്. അപ്പൊ ആ പോയിന്റ് കൂടെ ഒന്ന് ഓർത്തു വെച്ചേക്കുക. ഇനി അടുത്തതാണ് മന്ത്രിസഭയുടെ ചുമതലകൾ. ഓക്കെ, അപ്പൊ നോക്കുക. രാജ്യഭരണം നിർവഹിക്കുന്നത് ആരാണ്? മന്ത്രിസഭയാണ്. പിന്നെ ദേശീയ നയവും വിദേശ നയവും രൂപീകരിക്കുക. സോ രാജ്യഭരണം നിർവഹിക്കുക, ദേശീയ നയവും വിദേശ നയവും രൂപീകരിക്കുക, വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ പ്രവർത്തനത്തെ ഏകോപിപ്പിക്കുക, പിന്നെയോ ബില്ലുകളും ഓർഡിനൻസും ഡ്രാഫ്റ്റ് ചെയ്യുക. ബില്ലുകളും ഓർഡിനൻസുകളും ഡ്രാഫ്റ്റ് ചെയ്യുക, നിയമനിർമ്മാണത്തിന് ചുക്കാൻ പിടിക്കുക, ഭരണപരവും ക്ഷേമപരവുമായ മറ്റ് നടപടികളും വിദേശ ബന്ധങ്ങളും നിർവഹിക്കുക. അപ്പോൾ രാജ്യഭരണം നിർവഹിക്കുക, ദേശീയ നയവും വിദേശ നയവും രൂപീകരിക്കുക, വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ പ്രവർത്തനത്തെ ഏകോപിപ്പിക്കുക, ബില്ലുകളും ഓർഡിനൻസും ഡ്രാഫ്റ്റ് ചെയ്യുക, നിയമനിർമ്മാണത്തിന് ചുക്കാൻ പിടിക്കുക, ഭരണപരവും ക്ഷേമപരവുമായ മറ്റ് നടപടികളും വിദേശ ബന്ധങ്ങളും നിർവഹിക്കുക. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 6 പോയിന്റാണ്. മന്ത്രിസഭയുടെ ചുമതലകളാണ്, പഠിച്ചു വെക്കുക. അടുത്തത് സ്ഥിര കാര്യനിർവഹണ വിഭാഗം അല്ലെങ്കിൽ പെർമനന്റ് എക്സിക്യൂട്ടീവിനെ പറ്റി പറയുവാണേ. ഗവൺമെന്റിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ നിറവേറ്റുന്നതും ബഡ്ജറ്റ് ഉൾപ്പെടെയുള്ള ബില്ലുകൾ രൂപീകരിക്കുന്നതിൽ രാഷ്ട്രീയ കാര്യനിർവഹണ വിഭാഗത്തെ സഹായിക്കുന്നതും ബ്യൂറോക്രസി എന്നറിയപ്പെടുന്ന ഉദ്യോഗസ്ഥ വൃന്ദമാണ്. യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ മത്സര പരീക്ഷകളിലൂടെ തിരഞ്ഞെടുക്കപ്പെടുകയും പരിശീലനം ലഭിക്കുകയും ചെയ്യുന്ന വൈദഗ്ധ്യമുള്ളവരും നിപുണരുമായ വിഭാഗമാണിവർ. നിശ്ചിത റിട്ടയർമെന്റ് പ്രായം വരെ കാലാവധി ഉള്ളവരായകയാൽ ഇവരെ സ്ഥിര കാര്യനിർവഹണ വിഭാഗം എന്ന് വിളിക്കുന്നു. അപ്പൊ ഇതിന്റെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ കേരളം ഭരണ സംവിധാനവുമായിട്ട് ബന്ധപ്പെട്ട SCRT പാഠഭാഗം ഡിസ്കസ് ചെയ്തപ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ ഒത്തിരി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. അപ്പോൾ എന്താണ് സ്ഥിര കാര്യനിർവഹണ വിഭാഗത്തിലുള്ളത് ആരാണ്? ഉദ്യോഗസ്ഥ വൃന്ദമാണ് എന്നുള്ളത് ഓർക്കുക. അവർക്ക് എന്താണ് ഒരു 5 വർഷം 10 വർഷമൊന്നും അല്ല കാലാവധി, എന്താണ് ഒരു നിശ്ചിത റിട്ടയർമെന്റ് പ്രായമുണ്ട് അല്ലേ. അപ്പോൾ അതുവരെ ഇവർക്ക് ഇവരുടെ ആ ഒരു ജോലിയിൽ തുടരാനാവുന്നത് കൊണ്ട് തന്നെയാണ് ഇവരെ സ്ഥിര കാര്യനിർവഹണ വിഭാഗം എന്ന് വിളിക്കുന്നത്. ഇനി അടുത്ത് നമ്മുടെ ലാസ്റ്റ് ആയിട്ടുള്ള ഏതാണ്? നീതിന്യായ വിഭാഗം അല്ലെങ്കിൽ ജുഡീഷ്യറിയെ പറ്റി പറയുവാണ്. നോക്കിക്കൊള്ളുക. മുകളിൽ പറഞ്ഞിരിക്കുന്ന നിയമനിർമ്മാണ കാര്യനിർവഹണ വിഭാഗങ്ങൾ ഭരണഘടന അനുസൃതമായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്ന സംവിധാനമാണ് നീതിന്യായ വിഭാഗം. പൗരരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതോടൊപ്പം ഭരണഘടനാ മൂല്യങ്ങളും സംരക്ഷിക്കുന്നു. അതുകൊണ്ട് നീതിന്യായ വിഭാഗം കാവലാൾ എന്ന് അറിയപ്പെടുന്നു. സോ കാവലാൾ എന്നറിയപ്പെടുന്ന വിഭാഗം ഏതാണ്? നീതിന്യായ വിഭാഗമാണ്. കാര്യക്ഷമമായ ജനാധിപത്യ വ്യവസ്ഥയ്ക്ക് സ്വതന്ത്രവും നിഷ്പക്ഷവുമായി നീതിന്യായ സംവിധാനം അനിവാര്യമാണ്. അപ്പൊ നോക്കുക, ഇത് നമ്മൾ ഈ ഒരു പിരമിഡ് ആ ഒരു പഴയ പാഠത്തിലും പഠിച്ചിട്ടുണ്ട് അല്ലേ. ഏറ്റവും ടോപ്പിൽ സുപ്രീം കോടതിയാണ്, ദെൻ ഹൈക്കോടതികൾ, ജില്ലാ കോടതികൾ, കീഴ്ക്കോടതികൾ, അവിടെ തന്നെ നമ്മൾ ആ മുൻസിഫ് കോടതികളും മജിസ്ട്രേറ്റ് കോടതികളും ഒക്കെ കഴിഞ്ഞ ആ ഒരു പഴയ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് ഓർത്തു വെച്ചേക്കാം. ഇനി സുപ്രീം കോടതിയെ പറ്റി പറയുവാണെങ്കിൽ നമ്മുടെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതി നിലവിൽ വന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റ് ആണ്, പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുണ്ട്. 1950 ജാനുവരി 28-നാണ്. സോ എന്നാണ് സുപ്രീം കോടതി നിലവിൽ വന്നത്? 1950 ജാനുവരി 28-ആണ്. എവിടെയാണ് ആസ്ഥാനം? എല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ന്യൂഡൽഹിയാണ് ആസ്ഥാനം.
സുപ്രീം കോടതി ജഡ്ജിമാരുടെ ഔദ്യോഗിക കാലാവധി 65 വയസ്സാണ്. എത്ര വയസ്സാണ് കാലാവധി? 65 വയസ്സാണ്. ന്യൂഡൽഹിയാണ് ആസ്ഥാനം എന്ന് നമ്മൾ പറഞ്ഞു. പിന്നെയോ ജഡ്ജിമാരെ കാലാവധിക്ക് മുമ്പായി നീക്കം ചെയ്യുന്നതിനുള്ള അധികാരം പാർലമെന്റിൽ നിക്ഷിപ്തമാണ്. ചീഫ് ജസ്റ്റിസും മറ്റു ജഡ്ജിമാരും സത്യപ്രതിജ്ഞ ചെയ്യുന്നതും രാജി സമർപ്പിക്കുന്നതും രാഷ്ട്രപതി മുൻപാകെയാണ്. വിവിധ തരത്തിലുള്ള നിയമതർക്കങ്ങൾക്ക് പരിഹാരം നൽകുന്നതോടൊപ്പം സുപ്രീം കോടതി ഭരണഘടനയുടെ പരമോന്നത വ്യാഖ്യാതാവായും മൗലികാവകാശങ്ങളുടെ സംരക്ഷകരായും നിലകൊള്ളുന്നു. അപ്പൊ ഈ മൗലിക അവകാശങ്ങളുടെ സംരക്ഷകൻ ആരാണെന്നുള്ള രീതിയിൽ ചോദിച്ചിട്ടുണ്ട്. സുപ്രീം കോടതിയാണ് കേട്ടോ. അപ്പൊ പഠിച്ചു വെക്കേണ്ട പോയിന്റുകൾ ഒന്നുകൂടെ പറയാം. സുപ്രീം കോടതി ഫോം ചെയ്ത വർഷം എന്നാണ്? 1950 ജനുവരി 28. ഇനി സുപ്രീം കോടതി എവിടെയാണ് ആസ്ഥാനം വരുന്നത്? ന്യൂഡൽഹിയാണ്. സുപ്രീം കോടതി ജഡ്ജിമാരുടെ ഔദ്യോഗിക കാലാവധി 65 വയസ്സാണ്. ഇനി ജഡ്ജിമാരെ കാലാവധിക്ക് മുമ്പായി നീക്കം ചെയ്യുന്നതിനുള്ള അധികാരം ആർക്കാണുള്ളത്? പാർലമെന്റിനാണുള്ളത്. ചീഫ് ജസ്റ്റിസും അതേപോലെ മറ്റു ജഡ്ജിമാരും ഒക്കെ സത്യപ്രതിജ്ഞ ചെയ്യുന്നതും രാജി സമർപ്പിക്കുന്നതും ആർക്ക് മുമ്പിലാണ്? രാഷ്ട്രപതിക്ക് മുമ്പിലാണ്. വിവിധ തരത്തിലുള്ള നിയമതർക്കങ്ങൾക്ക് പരിഹാരം നൽകുന്നതിനോടൊപ്പം സുപ്രീം കോടതി എന്ത് ചെയ്യുന്നുണ്ട്? ഭരണഘടനയുടെ പരമോന്നത വ്യാഖ്യാതാവായും മൗലികാവകാശങ്ങളുടെ സംരക്ഷകനായിട്ടും നിലകൊള്ളുന്നുണ്ട്. ഇനി സുപ്രീം കോടതിയുടെ അധികാരങ്ങളെ പറ്റി പറയുവാണ്. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒന്നാണ് ഉത്ഭവാധികാരം. അതായത് എന്താണ്? സുപ്രീം കോടതികൾക്ക് മാത്രം പരിഹരിക്കാൻ കഴിയുന്ന ചില വിഷയങ്ങളാണ് ഉത്ഭവാധികാരങ്ങളുടെ പരിധിയിൽ വരുന്നത്. ഉദാഹരണം പറയുവാണെങ്കിൽ കേന്ദ്ര സംസ്ഥാന തർക്കങ്ങൾ. ഇത് പരിഹരിക്കാൻ ആർക്ക് മാത്രമേ അധികാരമുള്ളൂ? നമ്മുടെ സുപ്രീം കോടതിക്ക് മാത്രമാണ് അധികാരമുള്ളത്. അടുത്തതാണ് അപ്പീൽ പരിഗണിക്കാനുള്ള അധികാരം. സുപ്രീം കോടതി ഏറ്റവും ഉയർന്ന അപ്പീൽ കോടതിയാണ്. അതുകൊണ്ട് തന്നെ രാജ്യത്തെ ഏതൊരു കീഴ്ക്കോടതിയുടെയും വിധിയിന്മേൽ വരുന്ന അപ്പീലുകൾ സ്വീകരിക്കാനുള്ള അധികാരം സുപ്രീം കോടതിക്കുണ്ട്. അടുത്തതാണ് ഉപദേശക അധികാരം. അതായത് രാഷ്ട്രപതി ആവശ്യപ്പെടുന്ന ഏതൊരു വിഷയത്തെ സംബന്ധിച്ചും നിയമോപദേശം നൽകുവാൻ സുപ്രീം കോടതിക്ക് ഭരണഘടനാപരമായ ബാധ്യതയുണ്ട്. പിന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട് റിട്ട് അധികാരം. മൗലിക അവകാശങ്ങൾ ലംഘിക്കപ്പെടുമ്പോൾ അവയുടെ സംരക്ഷണാർത്ഥം റിട്ടുകളുടെ രൂപത്തിൽ പ്രത്യേക ഉത്തരവുകൾ പുറപ്പെടുവിക്കാൻ സുപ്രീം കോടതിക്ക് അധികാരമുണ്ട്. എത്ര റിട്ട് ഉണ്ട്? 5 റിട്ടാണേ. അടുത്തത് പുനരവലോകന അധികാരം. ഭരണഘടനയുടെ സംരക്ഷകർ എന്ന ചുമതല നിർവഹിക്കുന്നതിൽ നീതിന്യായ വിഭാഗത്തിന് ഏറ്റവും കരുത്തായി നിൽക്കുന്നത് അതിന്റെ നീതിന്യായ പുനരവലോകന അധികാരമാണ്. അപ്പൊ അതിനെപ്പറ്റി ചെറിയൊരു കാര്യം, ജുഡീഷ്യൽ റിവ്യൂവിനെ പറ്റി ഇവിടെ പറയുന്നുണ്ടെന്ന് നോക്കിക്കൊള്ളുക. പാർലമെന്റ് പാസ്സാക്കുന്ന നിയമങ്ങളുടെയും കാര്യനിർവഹണ വിഭാഗം പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളുടെയും ഭരണഘടനാ സാധുത പരിശോധിക്കുവാനും അവ ഭരണഘടനയുടെ വാക്കുകൾക്കോ അർത്ഥത്തിനോ വിരുദ്ധമാണെന്ന് ബോധ്യമായാൽ അവയെ ഭരണഘടനാ വിരുദ്ധമെന്ന് പ്രഖ്യാപിക്കാനുമുള്ള സുപ്രീം കോടതിയുടെ പ്രത്യേക അധികാരമാണ് നീതിന്യായ പുനരവലോകന അധികാരം. അപ്പൊ ഇതിനെപ്പറ്റി ഈ പാഠത്തിൽ തന്നെ നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞായിരുന്നു അല്ലെ. അതായത് ഭരണഘടനാ ഭേദഗതി ബില്ലുകൾ രാജ്യസഭയിൽ അല്ലെങ്കിൽ ലോകസഭയിൽ ഏതെങ്കിലും സഭയ്ക്ക് അതിലൊരു അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും എന്താണ് ഈ ഭേദഗതി എന്താണ്? നമുക്ക് ഈ ഭേദഗതി ബില്ലുമായിട്ട് മുന്നോട്ട് പോകാം. പക്ഷേ എന്താണ്? ഭരണഘടനയുടെ വാക്കുകൾക്കോ അർത്ഥത്തിനോ വിരുദ്ധമാണ് അത് എന്ന് ബോധ്യമായാൽ അവയെ ഭരണഘടനാ വിരുദ്ധമെന്ന് പ്രഖ്യാപിക്കാനുള്ള അധികാരമുള്ളത് സുപ്രീം കോടതിക്കാണ്. അപ്പൊ ഇത്തരത്തിലുള്ള സുപ്രീം കോടതിയുടെ ഈ ഒരു പ്രത്യേക അധികാരത്തിനെയാണ് നീതിന്യായ പുനരവലോകനം അഥവാ ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോ സുപ്രീം കോടതിയുടെ ഈ ഒരു അധികാരങ്ങളെ പറ്റി ഒന്നുകൂടെ ഒന്ന് പഠിക്കാം. ഉത്ഭവാധികാരമുണ്ട്, അതേപോലെ തന്നെ എന്താണ് അപ്പീൽ പരിഗണിക്കാനുള്ള അധികാരമുണ്ട്, ഉപദേശക അധികാരമുണ്ട്, റിട്ട് അധികാരമുണ്ട്, പുനരവലോകന അധികാരമുണ്ട്. ഇനി അടുത്ത് നോക്കിക്കേ, പരസ്പര നിയന്ത്രണവും അധികാര സന്തുലനവും. ഭരണഘടനാപരമായി ഗവൺമെന്റിന്റെ അധികാരങ്ങൾ നിയമനിർമ്മാണം, കാര്യനിർവഹണം, നീതിന്യായം എന്നീ 3 വിഭാഗങ്ങൾക്കായി വിഭജിച്ചു നൽകിയിരിക്കുന്നു. എന്നിരുന്നാലും ഇവയ്ക്കിടയിൽ യുക്തിസഹതമായ ഒരു പരസ്പര നിയന്ത്രണവും ഏകോപനവും അധികാര പ്രയോഗത്തിലെ സന്തുലനവും സാധ്യമാക്കുവാൻ നമ്മുടെ ഭരണഘടന ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ ചുവടെ കൊടുത്തിരിക്കുന്ന ഡയഗ്രാം നിരീക്ഷിക്കുക. നോക്കിക്കേ, ബഡ്ജറ്റ് പരിഗണിക്കൽ, ചോദ്യോത്തരവേള തുടങ്ങിയ മാർഗങ്ങളിലൂടെ എക്സിക്യൂട്ടീവിനെയും ഇംപീച്ച്മെന്റ് പോലുള്ളവയിലൂടെ ജുഡീഷ്യറിയെയും നിയന്ത്രിക്കുവാൻ പാർലമെന്റിന് കഴിയും. അപ്പൊ ബഡ്ജറ്റ് പരിഗണിക്കൽ, ചോദ്യോത്തരവേള, ഇതിലൂടെ എന്താണ് എക്സിക്യൂട്ടീവിനെയും ഇംപീച്ച്മെന്റ് പോലുള്ള നടപടികളിലൂടെ ജുഡീഷ്യറിയെയും നിയന്ത്രിക്കാൻ ആർക്ക് കഴിയും? പാർലമെന്റിന് കഴിയും. ഇനി ബില്ലുകൾക്ക് അംഗീകാരം നൽകൽ, ദയാഹർജി പരിഗണിക്കൽ, ജഡ്ജിമാരുടെ നിയമനം, സ്ഥലം മാറ്റം എന്നിവ പോലുള്ളവയിലൂടെ എക്സിക്യൂട്ടീവിന് പാർലമെന്റിനെയും ജുഡീഷ്യറിയെയും ക്രിയാത്മകമായി നിയന്ത്രിക്കാവുന്നതാണ്. കണ്ടോ? അപ്പൊ ബില്ലുകൾക്ക് അംഗീകാരം നൽകുക, അതേപോലെ ദയാഹർജി പരിഗണിക്കൽ, ജഡ്ജിമാരുടെ നിയമനം, സ്ഥലം മാറ്റം എന്നിവയിലൂടെ
എക്സിക്യൂട്ടീവിന് പാർലമെന്റിനെ എന്ത് പറ്റും, നിയന്ത്രിക്കാൻ പറ്റും. പിന്നെയോ നീതിന്യായ പുനരവലോകന അധികാരത്തിലൂടെ ജുഡീഷ്യറിക്ക് പാർലമെന്റിനെയും എക്സിക്യൂട്ടീവിനെയും നിയന്ത്രിക്കാൻ പറ്റും. കണ്ടോ, അപ്പൊ തമ്മിൽ തമ്മിൽ എന്താണ്, ആരും നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ ഒന്നും എന്താണ് ഏകാധിപത്യത്തിലേക്ക് പോകുന്നില്ല, തമ്മിൽ തമ്മിൽ നിയന്ത്രിക്കാനുള്ള ഒരു അധികാരം എന്താണ് നമ്മുടെ ഭരണഘടന ഉറപ്പു നൽകുന്നുണ്ട്. ഇനി ഇന്ത്യൻ ഭരണഘടന ജനാധിപത്യം എന്ന ഭരണ സംവിധാനത്തെയും മൂല്യത്തെയും അതിന്റെ രാഷ്ട്ര സങ്കല്പങ്ങളിൽ ഉറപ്പിക്കുന്നു. അധികാര കേന്ദ്രീകരണം ഒഴിവാക്കുന്നതും സ്വച്ഛാധിപത്യ പ്രവണതകൾ തടയുന്നതിനും ജനാധിപത്യം പരിപാലിക്കുന്നതിനും വേണ്ടിയാണ് ഗവൺമെന്റിന്റെ അധികാരം 3 ശാഖകൾക്കിടയിൽ വിഭജിച്ച് നൽകിയിരിക്കുന്നത്. അപ്പൊ അതൊക്കെ ഒന്ന് ഓർത്തു വെച്ചേക്കണം കേട്ടോ. അപ്പൊ അത്രയേ ഉള്ളൂ ഈ പാഠത്തിൽ. സോ കുറച്ച് ലോങ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്, പക്ഷെ കുറേ കാര്യങ്ങൾ പറയുന്ന ഒരു ചാപ്റ്റർ കൂടിയാണ് കേട്ടോ. സോ അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. താങ്ക്